ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്ത് ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം വരാൻ പോവുകയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വരുന്നു, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രിലിംസ് വരുന്നു. സോ മത്സര പരീക്ഷകളുടെ വലിയൊരു അവസരമാണ് നമ്മൾ മുമ്പിൽ വരുന്നത്. ഇതുപോലുള്ള അവസരം ഇനി എന്ന് വരാനാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും പ്രസ്റ്റീജിയസ് ആയ ഡിഗ്രി ലെവൽ എക്സാംസ് ഒരുമിച്ച് എപ്പോഴാണ് ഇനി വരാൻ പോകുന്നത്? കുറെ വർഷം കഴിയും. ഇതിന്റെ ഹൈലൈറ്റ് ഇവരുടെയൊക്കെ സിലബസ് വളരെ സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടുത്തത്തിൽ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ റാങ്ക് ലിസ്റ്റിലേക്ക് മനസ്സ് വെച്ച് എത്താൻ സാധിക്കും. ബിക്കോസ് സിലബസ് അത്രയും ഓവർലാപ്പിംഗ് ആണ്. അപ്പൊ ഇതിന് നിങ്ങളെ തയ്യാറാക്കാനായിട്ട് നമ്മൾ ധാരാളം അഫോർഡബിൾ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തത് ടെസ്റ്റ് സീരീസിന് മാത്രമായി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. ഇപ്പൊ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ടെസ്റ്റ് സീരീസിന് മാത്രമായിട്ടൊരു ബാച്ചാണ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ടെസ്റ്റ് സീരീസ്. അതൊരു ഡിഗ്രി പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ്. ഈ രണ്ട് പരീക്ഷയ്ക്ക് ഒരുമിച്ച് തയ്യാറെടുക്കുന്നെങ്കിൽ അതിന്റെ കോംബോ ബാച്ച്, രണ്ട് ടെസ്റ്റ് സീരീസിനും കൂടി ഒരു കോമ്പിനേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഒന്നാമത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് നമ്മൾ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യമായി തന്നെ ചെയ്ത് നോക്കാം. ഇതിന്റെ PDF ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ഇതിന്റെ PDF പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യും. അടിപൊളിയായിട്ട് റിസർച്ച് ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രോജക്ട് റൺ ചെയ്യുന്നത്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ആ ടെസ്റ്റ് സീരീസ് കണ്ടു നോക്കുക, ആ PDF കണ്ടു നോക്കുക. ഞാൻ ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നതും അതേ PDF വെച്ച് തന്നെയാണ്. ഈ PDF ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ പറയുന്നത്. സോ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളത് തന്നെ ഇത് പ്രധാനമായും ടെസ്റ്റ് സീരീസിലേക്ക് വരുന്ന ആൾക്കാരുടെ പ്രധാനമായും പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഡിസ്കഷനിലേക്ക് പോവാം. ഹോട്ട് ടോപ്പിക്സ് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് പ്രിലിംസിൽ നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. പ്രിലിംസിൽ നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ്. മെയിൻസിന് ഞാനത് പറയത്തില്ല, ബിക്കോസ് മെയിൻസിന് നമുക്ക് ജീവൻ മരണ പോരാട്ടമാണ്. കിട്ടാവുന്ന മാർക്ക് എല്ലാം മെയിൻസിന് അടിച്ചെടുക്കണം. പക്ഷെ പ്രിലിംസിന് നമുക്കൊരു സേഫ് സ്കോർ മാത്രം കിട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് സീരീസ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മാക്സിമം ഹോട്ട് ടോപ്പിക്സ് നിങ്ങളിലേക്ക് എത്തിക്കുക, അതിന്റെ റിവിഷൻ ക്ലാസ്സുകൾ എത്തിക്കുക, മാതൃകാ പരീക്ഷകൾ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുക. ഇതിന് ഫുൾ സിലബസ് ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ 100 മാർക്കിന്റെ സബ്ജക്ട് ബേസ്ഡ് ഒരു അല്ലെങ്കിൽ സെക്ഷണൽ ടെസ്റ്റ് എന്ന് പറയുമല്ലോ, ഹിസ്റ്ററി, എക്കണോമിക്സ്, സെക്ഷണൽ ടെസ്റ്റുകൾ ഉണ്ട്. റിവിഷൻ ക്ലാസ്സുകൾ കിട്ടും, ടെസ്റ്റ് സീരീസിൽ ഡിസ്കഷൻസ് കിട്ടും. ഈ ഫീസ് മാത്രമാണ് ഇത്രയും ചീപ്പ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. പല ആൾക്കാരും വിചാരം ഇത്രയും ചെറിയ ഫീസ്, KS ഞങ്ങളുടെ ഫീസ് 6000 രൂപ മാത്രമേ ഉള്ളൂ. പല ആൾക്കാരെയും വിളിച്ചു ചോദിക്കുന്നത് ഈ 6000 രൂപയ്ക്ക് കോഴ്സ് കൊടുക്കുന്നതിന് അർത്ഥം കോഴ്സ് അത്ര മോശമാണെന്നാണോ പല ആൾക്കാരും ചോദിക്കുന്നത്. നിങ്ങൾ ഡെമോ ക്ലാസ് കണ്ടു നോക്കുക. കോഴ്സിന്റെ ക്വാളിറ്റിയിൽ 0 കോംപ്രമൈസ് ആണ് വരുത്തിയിട്ടുള്ളത്. എല്ലാ സിവിൽ സർവീസസിലെയും PSC എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് എല്ലാം ഹൈ ക്വാളിറ്റി കണ്ടന്റുകൾ മാത്രമേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. ഫീസ് നമ്മൾ വളരെയധികം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫീസ് ഇസ് നോട്ട് റിഫ്ലക്റ്റീവ് ഓഫ് ക്വാളിറ്റി ഓഫ് ദ ക്ലാസ്. ഫീസും ക്വാളിറ്റി ഓഫ് ക്ലാസും കമ്പയർ ചെയ്യില്ല. ഫീസ് കുറവാണെങ്കിലും ക്വാളിറ്റി ഓഫ് ക്ലാസ് എക്സ്ട്രീംലി ഹൈ ആയിരിക്കും. ഡെമോ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ എത്ര കാലം വേണമെങ്കിലും കണ്ടു നോക്കിക്കോളൂ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഡിസ്കഷനിലേക്ക് കടക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ടെസ്റ്റ് സീരീസ് ഡിസ്കഷൻ ആണ് നമ്മൾ വരുത്തുന്നത്. ടെസ്റ്റ് സീരീസിൽ ഡിസ്കഷൻ. ടെസ്റ്റ് സീരീസ് ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചർച്ചയാണ്. നമ്മൾ A to Z ഒരിക്കലും നമുക്ക് ഈ ടെസ്റ്റ് സീരീസിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യത്തിന്റെ ഡിസ്കഷനിൽ കൂടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങളിലേക്ക് ഷൂട്ട് ചെയ്ത് തരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. സോ ഇതിലേക്ക് വരുമ്പോൾ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, റിവിഷൻ ക്ലാസ്സുകൾ കൂടെ കൂടുതൽ വാല്യൂ അഡീഷൻ പോയിന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കും. വാല്യൂ അഡീഷൻ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? UPSC ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻസ്. അതിനൊപ്പം തന്നെ അതർ സ്റ്റേറ്റ്സ് PSC ക്വസ്റ്റ്യൻസ് ഡിസ്കഷനും നിങ്ങളിലേക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു സൈക്കോളജിക്കൽ പരീക്ഷയാണ്. ഒരു പരീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ്, ഇമോഷണൽ പുൾ, ഇതെല്ലാം ചെക്ക് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അവലോകനം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ നോക്കാം. അതിരിക്കട്ടെ, ഇതിന്റെ മാർക്ക് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ആപ്പിൾ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എത്ര മാർക്ക് കിട്ടി ഒന്ന് കമന്റ് ചെയ്തേ. ടെസ്റ്റ് ചെയ്ത് നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവായി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, ലോകത്തിന് 59. ഗുഡ്, നല്ല മാർക്കാണ്. ഓക്കെ ഓക്കെ ഫൈൻ. കുറച്ച് ആൾക്കാർക്ക് മാർക്ക് കുറവാണെന്നുള്ള വിഷമം പറയുന്നുണ്ട് അല്ലെ? ഡോണ്ട് വറി. നിങ്ങൾക്ക് മാർക്ക് കുറയുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയുടെ പ്രശ്നമാണ്. നമുക്കിന്ന് ചോദ്യങ്ങൾ ചർച്ച ചെയ്ത് നോക്കാം.
ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. എഗെയിൻ ഈ PDF നിങ്ങൾ നോക്കുക, ഏകദേശം 308 പേജ് ഉണ്ട്. 308 പേജ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10, 100, 150 മണിക്കൂർ എടുക്കും. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടെ ആയിരിക്കും നമ്മൾ സഞ്ചരിക്കുക. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞ ഹോട്ട് ടോപ്പിക്സിനെ പറ്റി പറഞ്ഞിരുന്നു. ഡിഗ്രി ലെവലിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ ഹിസ്റ്ററി എന്നൊരു പോർഷൻസിൽ നിന്ന് വരുന്നത് ടാക്സ് ലോസ് അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ ലോസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും. നമുക്ക് ഈ ഒരു ചോദ്യം പരിശോധിക്കാം. ചോദ്യം എന്താണ്? പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെ? അതൊരു ലാൻഡ് റവന്യൂ സിസ്റ്റം ആണ്, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. ജാമീന്ദാരി സിസ്റ്റം എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന പോയിന്റുകൾ തന്നെ. അപ്പൊ ഈ ഒരു ചോദ്യം വെച്ചിട്ട് നമുക്ക് അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. ഇതിന് ആൻസർ എന്ത് വരും? ചോദ്യം എന്താണ്? പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ സിസ്റ്റം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്തെന്നാണ് ചോദ്യം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ലീനിയർ ആയിട്ട് വായിക്കരുത്. ആദ്യം ഈ ഒരു പോർഷൻ വായിക്കുക, പിന്നെ റൈറ്റ് ആണോ റോങ് ആണോ ചോദിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് വായിക്കുക. അത് ഇവിടെ റൈറ്റ് അല്ലെങ്കിൽ റോങ് അത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, അത് കൃത്യമായിട്ട് വായിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ചോദ്യം വായിക്കണം, പിന്നാണ് ഓപ്ഷൻസ് വായിക്കേണ്ടത്. ആ ഒരു റീഡിംഗ് ഫോർമാറ്റ് നിങ്ങൾ ഉറപ്പായും കീപ്പ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പോ ഇതിന്റെ ഉത്തരം എന്തെന്ന് പറഞ്ഞേ. ഇവിടെ ഓപ്ഷൻസിന്റെ പാറ്റേൺ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാരണം PSL ഇപ്പൊ പുതിയ ഓപ്ഷൻസ് ആണ് അവർ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ടെസ്റ്റിനകത്ത് പുതിയ ധാരാളം ഓപ്ഷൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓപ്ഷൻസ് ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഇന്ത്യയിൽ പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബംഗാളിലും ബീഹാറിലുമാണ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് കോൺവാലിസ് ആണെന്നാണ് പറയുന്നത്. PSC പഠിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഫാദർ ഓഫ് പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെ? ഈ സാമയന്താരി സിസ്റ്റം കൊണ്ടുവന്നത് ആര് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണ് ഉത്തരം? ലോർഡ് കോൺവാലിസ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ആർക്കും സംശയം ഉണ്ടോ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഇറ്റ് റെക്കഗ്നൈസ്ഡ് സാമീന്ദാസ് ആസ് ലാൻഡ് ഓണേഴ്സ്. അതായത് സാമീന്ദാസിനെയാണ് ഭൂ ഉടമകളായി പെർമനന്റ് സെറ്റിൽമെന്റിന്റെ അണ്ടറിൽ കൺസിഡർ ചെയ്ത്. ഇന്നത്തെ കാലത്ത് ആരാണ് ഭൂ ഉടമകൾ? കർഷകരാണ് ഇന്ന് ഭൂ ഉടമകൾ. പക്ഷെ പണ്ട് അങ്ങനല്ല. സാമീന്ദാസ് അല്ലെങ്കിൽ ഏതൊരു ഉപരിവർഗത്തിൽപ്പെട്ട ഒരു ജന്മി, ഒരു മൂരാച്ചി എന്നൊക്കെ ഇപ്പം പറയല്ലേ, അയാളുടെ കസ്റ്റഡിയിലാണ് ഭൂമി സ്വത്തുക്കൾ മൊത്തം ഉള്ളത്. ഇയാൾ ആൾക്കാർക്ക്, പാവപ്പെട്ട കുടിയാന്മാർക്ക് പാട്ടത്തിന് കൊടുക്കും. കുടിയാന്മാരുടെ ടാക്സ് കളക്ട് ചെയ്യും, ബ്രിട്ടീഷ് ഇറക്കും. അതാണ് സാമന്താരി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ സാമീന്ദാസിനെയാണ് ലാൻഡ് ഓണേഴ്സ് ആയിട്ട് അംഗീകരിച്ചിരുന്നത്. അപ്പൊ ഒരു സാമീന്ദാർ തട്ടിപ്പോയി എന്ത് ചെയ്യും? അത് മക്കൾക്ക് കൊടുക്കും. അയാൾ തട്ടിപ്പോയി അടുത്ത മക്കൾക്ക് കൊടുക്കും. ഇത് പാരമ്പര്യമായിട്ട് പകർന്നെടുത്തുകൊണ്ടിരിക്കുന്നതാണ്, ഹെറിഡിറ്ററി റൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ട്രാൻസ്ഫറബിളും ആണെന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇവിടെ നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, എറ്റിമോളജി, വാക്ക് വെച്ച് അല്ലെങ്കിൽ ഒരു വാക്കിന്റെ അർത്ഥം വെച്ച് പഠിക്കും. ഇവിടെ പെർമനന്റ് സെറ്റിൽമെന്റ് എന്നാണല്ലോ വാക്ക്, സ്ഥിരമായ സെറ്റിൽമെന്റ്. അപ്പൊ സ്ഥിരമായ ഒരു ലാൻഡ് ഓണറേ ഉള്ളൂ. ആരാ? സാമീന്ദാറാണ്. അപ്പൊ അയാളാണ് ഇതെല്ലാം പിരിച്ച് കൊടുക്കുന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? തേർഡ് സ്റ്റേറ്റ്മെന്റ്, സാമീന്ദാസ് ഹാഡ് ടു ഗീവ് 1/3 ഓഫ് ദെയർ ഷെയർ ടു ദ കമ്പനി. കമ്പനിയുടെ അല്ലെങ്കിൽ സാമീന്ദാർക്ക് കിട്ടുന്ന മൊത്തത്തിലുള്ള വരുമാനം കിട്ടുമല്ലോ, കർഷകനെ പിരിഞ്ഞ് സാമീന്ദാർ ഉണ്ടാക്കുന്ന പൈസയുടെ 1/3 ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊടുക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? നിങ്ങൾ എലിമിനേഷൻ ടെക്നിക് വെച്ച് ആലോചിച്ച് നോക്കിയേ. എലിമിനേഷൻ ടെക്നിക്സ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ അതായത് സാമീന്ദാർക്ക് 300 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 100 രൂപ കമ്പനിക്കും 200 രൂപ സാമീന്ദാറിനും കൊടുക്കണമെന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ എപ്പോഴും അവർക്ക് കൂടുതൽ കാശ് കിട്ടുന്ന രീതിയിലല്ലേ ഒരു സാധനം സെറ്റ് ചെയ്തുള്ളൂ. ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് ഒരു എഗ്രിമെന്റ് അവർ അങ്ങനെയല്ലേ സെറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഒരിക്കലും ബ്രിട്ടീഷർ അത്ര മഹാന്മാരാണോ? എനിക്ക് 100 രൂപ മതി, 200 രൂപ എടുത്തോ എന്ന് പറയുന്ന കൂട്ടത്തിലാണോ ബ്രിട്ടീഷുകാർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരിക്കലും അല്ല. ബ്രിട്ടീഷുകാരാണോ അവരുടെ പോക്കറ്റ് വീർപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കാശിന്റെ സെറ്റിംഗ്സിലേക്ക് പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മനസ്സിലായല്ലോ? യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർ ലാൻഡിനെ 1/11 ആയിട്ട് തിരിക്കും. അതിനകത്ത് 10 കിട്ടുന്ന ബ്രിട്ടീഷുകാർക്കാണ്, 1 മാത്രമേ സാമന്താറിന് കിട്ടുക. അപ്പം ആ ഒരു കണ്ടന്റ് അറിയില്ലെങ്കിൽ പോലും കോമൺ സെൻസ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ത് വരും?
രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് ശരി. ഇവിടെ നിങ്ങളെ തെറ്റിക്കരുത്. കാര്യം ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 എന്നല്ല കൊടുത്തിട്ടുള്ളത്. only one statement, only two സ്റ്റേറ്റ്മെന്റ് എന്നാണ് വായിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് 3 സ്റ്റേറ്റ്മെന്റിനകത്ത് 2 സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് ശരി. അപ്പൊ അങ്ങനെയാണ് ഉത്തരം ബിയിലേക്ക് എത്തുന്നത്. ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെ? പക്ഷെ ഇതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കേണ്ടത്, യെസ് ക്ലിയർ, എല്ലാവരും ക്ലിയർ ആയല്ലോ. പക്ഷെ ഇതുകൊണ്ട് തീരുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ ടെസ്റ്റ് സീരീസ് ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർമനന്റ് സെറ്റിൽമെന്റ് സാമീന്ദാരി സിസ്റ്റം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇവിടുന്ന് വരാൻ സാധ്യതയുള്ള ടോപ്പിക് ഏതാ? മഹൽവാരി സിസ്റ്റം എന്താണെന്നായിരിക്കും, അതല്ലെങ്കിൽ റയത്വാരി സിസ്റ്റം എന്താണെന്നായിരിക്കും. ഇപ്പൊ സാമീന്ദാരി സിസ്റ്റത്തിനകത്ത് നമ്മൾ എന്താ കണ്ടത്? അത് കൊണ്ടുവന്ന ആരാണ്? ലോർഡ് കോൺവാലിസ് ആണ്. സാമീന്ദാർമാരാണ് ഭൂവുടമകൾ. സാമീന്ദാർമാര് കാശ് പിരിച്ച്, കുടിയാന്മാരുടെ കയ്യിൽ നിന്ന് കാശ് പിരിച്ച്, ടെനൻസിന്റെ കയ്യിൽ നിന്ന് കാശ് പിരിച്ച് ബ്രിട്ടീഷുകാർ കൊടുക്കുന്നു. പക്ഷേ മഹൽവാരി സിസ്റ്റത്തിൽ എങ്ങനെയാ വരുന്നത്? മഹൽവാരി സിസ്റ്റത്തിൽ അതിലേക്ക് പോകുന്നതിന് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ചിലപ്പോൾ ചോദിക്കാം. ഇതിൽ യഥാർത്ഥ അറേഞ്ച്മെന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ വരുമാനം 11 ഭാഗങ്ങളായിട്ട് തിരിക്കും. 11ൽ ഒരു ഭാഗമായിരിക്കും സാംവിധാനം കിട്ടുക. ബാക്കി 11ൽ 10 ഭാഗവും കിട്ടുന്നത് ബ്രിട്ടീഷുകാർക്കായിരിക്കും, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് അതിന് സിസ്റ്റം പോകുന്നത്. ഓക്കെ, അത്രയും ഡീപ്പായിട്ടൊന്നും ചോദ്യം വരില്ലെന്ന് പ്രതീക്ഷിക്കാം, എന്നാലും ഒന്ന് അറിഞ്ഞിരുന്നോളൂ. നമുക്കിനി മഹൽവാരി സിസ്റ്റം എന്താ നോക്കാം. മഹൽവാരി സിസ്റ്റം അല്ലെങ്കിൽ റയത്വാരി പറയുന്നത് മഹൽവാരിലേക്ക് അല്ലെ. റയത്വാരി ഈ റയത്ത് എന്ന് വെച്ചാൽ എന്താ? റയത്ത് പല ഗവൺമെന്റ് സ്കീംസിനാണോ റയത്ത് എന്നുള്ള വാക്കുണ്ടല്ലോ, റയത്ത്. ഫാർമർ, കർഷകൻ എന്നുള്ള അർത്ഥമാണ് കർഷകൻ. അതായത് ഈ ഇപ്പോ സൗത്ത് ഇന്ത്യയിൽ ജനറലി സ്പീക്കിംഗ്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ റീജിയൻസിൽ ഈ ട്രഡീഷണൽ സാമീന്ദാർമാരില്ല. സാമീന്ദാർ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ട് സാമീന്ദാർസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സാമീന്ദാർ ക്ലാസ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ സാമീന്ദാർസ് സൗത്ത് ഇന്ത്യയിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിൽ സാമീന്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര അടിപൊളിയാവില്ല എന്ന് അലക്സാണ്ടർ റീഡിനും തോമസ് മൺട്രോയ്ക്കും ഒക്കെ തോന്നിയായിരുന്നു. അലക്സാണ്ടർ റീഡ് ആൻഡ് തോമസ് മൺട്രോ, അങ്ങനെ അവരാണ്, അലക്സാണ്ടർ റീഡും തോമസ് മൺട്രോയുമാണ് എന്തുകൊണ്ടുവരുന്നത്? റയത്വാരി സിസ്റ്റം കൊണ്ടുവരുന്നത്. ഇതിന്റെ അണ്ടർ ഇതൊക്കെ ഞാൻ നോട്ട്സ് താഴെ PDF കൊടുത്തിട്ടുണ്ട്, വിശാലമായിട്ടുള്ള PDF കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിന്റെയും നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. റയത്വാരി സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നത്? റയത്ത് കർഷകനാണ് അവിടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം. നേരത്തെ സാമീന്ദാർ ആയിരുന്നു, ഒരു മിഡിൽ മാൻ ഉണ്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി, സാമീന്ദാർ, കർഷകൻ. ഇവിടെ എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി, കർഷകൻ, രണ്ടുപേരും മാത്രമേ ഉള്ളൂ. മിഡിൽ മാനെ കട്ട് ചെയ്തു, അതാണ് ഇതിന്റെ ഒരു മഹത്വം. അങ്ങനെ റയത്ത് എന്ത് ചെയ്യണം? ഈ കർഷകൻ ബ്രിട്ടീഷുകാർ പറയുന്ന വലിയൊരു തുക ടാക്സ് ആയി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കർഷകനെ ചവിട്ടിപ്പുറത്താക്കി വേറൊരാളെ ടെനന്റായിട്ട് കൊണ്ടുവരും. അപ്പൊ അതാണ് റയത്വാരി സിസ്റ്റം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മൾ മദ്രാസ് പ്രസിഡൻസി അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ റീജിയൻസിലാണ് ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ കുറച്ച് ആഴത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്താ? സൗത്ത് ഇന്ത്യൻ റീജിയൻസിൽ ട്രഡീഷണൽ സാമീന്ദാർസ് ഇല്ലായിരുന്നത് സത്യം തന്നെയാണ്. പക്ഷേ തമിഴ്നാട്ടിൽ ചില സ്ഥലങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ സാമീന്ദാരി സിസ്റ്റം റൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, സാമീന്ദാരി സിസ്റ്റം വാസ് നോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ അറ്റ് ഓൾ. അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. സൗത്ത് ഇന്ത്യയിൽ എവിടെയും നമ്മൾ സാമീന്ദാരി സിസ്റ്റം കൊണ്ടുവന്നിട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. എന്തുകൊണ്ടാ? തമിഴ്നാട്ടില് ചില ഗ്രാമപ്രദേശത്ത് സാമീന്ദാരി സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിരുന്നു, പക്ഷെ അത് 8 നില പൊട്ടി. അതുകൊണ്ടാണ് പിന്നെ റയത്വാരിയിലേക്ക് തിരിയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഡേറ്റ പഠിച്ച് പോവുകയല്ല, കോമൺ സെൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന് അപ്രോച്ച് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ? എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോഴുള്ള പ്രശ്നം ഇതാണ്. തമിഴ്നാട് ഈസ് എ വെരി ബിഗ് ടെറിട്ടറി. അവിടെ ഏതെങ്കിലും ഒരു മൂലയിൽ, ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെ സൈഡിൽ ഒരു 5 ദിവസത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാവും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക, സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യുക, വെറുതെ കാണാതെ പഠിച്ചിട്ട് പോകല്, കോണ്ടെക്സ്റ്റ് അറിഞ്ഞ് തന്നെ പഠിക്കാം. ഓക്കെ, സോ ഇതാണ് റയത്വാരി സിസ്റ്റത്തിനെ പറ്റി നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ബാക്കിയുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റം ഏതാ? പെർമനന്റ് സെറ്റിൽമെന്റ് കണ്ടു, റയത്വാരി കണ്ടു. അടുത്ത മഹൽവാരിയിലേക്കോ? മഹൽവാരി അത് ഒത്തിരി എളുപ്പമാണ്. എന്തുകൊണ്ടാ? ഹോൾട്ട് മക്കെയിൻസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ ഇത് കൊണ്ടുവന്നത്. മഹൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മഹൽ, താജ്മഹൽ അല്ലെ. മഹൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമം എന്നുള്ള അർത്ഥമേ ഉള്ളൂ, ഗ്രാമം. താജ്മഹൽ എന്ന് വെച്ചാൽ ആ മഹലിന്റെ അർത്ഥം വലിയ ബിൽഡിംഗ് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ മഹൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രാമം, ഒരു ക്ലസ്റ്റർ ഓഫ് വില്ലേജ് അല്ലെ, വലിയൊരു ഗ്രാമം. അപ്പൊ ഇവിടെ
ഗ്രാമമുഖ്യൻ അല്ലെങ്കിൽ ഗ്രാമത്തലവനെയാണ് എന്താക്കുന്നത്, ടാക്സ് കളക്ടിങ് അതോറിറ്റി ആക്കുന്നത്. ഇവിടെ ഗ്രാമത്തലവൻ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും ലാൻഡ് ടാക്സ് പിക്ക് ചെയ്ത് കമ്പനിക്ക് കൊടുക്കും. ഇൻ കേസ് ഗ്രാമത്തലവന് കൃത്യസമയത്ത് കാശ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ, ഇങ്ങനെ ചവിട്ടി പുറത്താക്കി പുതിയ ആളെ ഗ്രാമത്തലവനായിട്ട് കൊണ്ടുവരും. അപ്പൊ അങ്ങനെയാണ് ഒരു സിസ്റ്റം റൺ ചെയ്തിരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഒരു ഐഡിയ മനസ്സിലായല്ലോ, മഹൽവാരി സിസ്റ്റത്തിന്റെ ഐഡിയ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. റൈറ്റ്. ഇവിടെ നിങ്ങൾ ഈ PDF വിശാലമായിട്ട് പഠിക്കണം. കാരണം ഈ PDF പുറത്തു നിന്ന് ഈ ഒരു ഏരിയയിൽ ചോദ്യം വരുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടുന്ന് എത്ര ചാലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യം വന്നു കഴിഞ്ഞാലും ഈ ഒരു ഡേറ്റ് വെച്ചിട്ട് ഇത് എത്ര 1.5 പേജ് നോട്ടുകൾ, വെറും 1.5 പേജ് മാത്രമുള്ള നോട്ട്, ആ നോട്ട് ഒന്നും കുറ്റം കിട്ടും. ഓക്കെ. അപ്പൊ ആ രീതിയിൽ തന്നെ വളരെ സീരിയസ് ആയി പഠിച്ചിട്ട് പോവാം. നിങ്ങൾ മറ്റേ ഹലോ സിനിമ കണ്ടിട്ടുണ്ടോ? മോഹൻലാലിന്റെ ഹലോ സിനിമ. യെസ്, അതിനകത്ത് ഞാൻ പല ക്ലാസ്സിലും പറയുന്നൊരു കാര്യമാണ്. അതിനകത്ത് സലീം കുമാറിനെ വിളിക്കുന്ന പേരെന്താ? സലീം കുമാറിനെ വിളിക്കുന്ന പേരെന്താ? സലീം കുമാറിന്റെ ഒരു ഇരട്ട പേരുണ്ടല്ലോ, ജാമീന്ദാർ. ജാമീന്ദാർ എന്നല്ലേ സലീം കുമാറിനെ വിളിക്കുന്നത്. അതൊരു ഒരു കോമഡി ആയിട്ട് വരുന്നത് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഒരു ദിവസം സലീം കുമാർ തലപ്പാവ് എടുത്ത് കിട്ടുന്നു, നാട്ടുകാർ സലീം കുമാറിനെ ജാമീന്ദാർ എന്ന് വിളിക്കുന്നു, അങ്ങനെ സലീം കുമാർ ജാമീന്ദാറായിട്ട് മാറുന്നു. പക്ഷെ അത് ഹിസ്റ്റോറിക്കലി സ്പീക്കിംഗ് തെറ്റാണ്. എന്തുകൊണ്ടാ? സദേൺ സ്റ്റേറ്റുകളിൽ ട്രഡീഷണൽ ജാമീന്ദാർസ് ഇല്ല. അതുകൊണ്ട് തന്നെ തലക്കെട്ട് കെട്ടിയത് കൊണ്ട് സലീം കുമാറിനെ ആരും അങ്ങനെ ജാമീന്ദാർ എന്ന് കയറി വിളിക്കേണ്ട ആവശ്യമില്ല. ഹിസ്റ്റോറിക്കലി തെറ്റാണെങ്കിലും കഥയിൽ ചോദ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇനി ആ സിനിമ കാണുമ്പോൾ ഇതൊന്ന് ആലോചിക്കാം. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മറ്റൊരു പ്രധാനപ്പെട്ട ഹിസ്റ്ററി എന്നൊരു സബ്ജക്റ്റിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ഹോട്ട് ടോപ്പിക് ആണ് മുഗൾസ് അല്ലെ, മുഗൾ അഡ്മിനിസ്ട്രേഷൻ. ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ഇന്ത്യയിലെ ഇസ്ലാമിക് റൂളിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എന്തിനെ പറ്റിയാ ഫസ്റ്റ് സംസാരിക്കുന്നത്? മുഗൾസിനെ പറ്റിയാണോ സുൽത്താൻസിനെ പറ്റിയാണോ? സുൽത്താൻസ് വന്നതിന് ശേഷമാണ് മുഗൾസ് വരുന്നത്. അല്ലെ, രണ്ടും ഇസ്ലാമിക് റൂൾസ് തന്നെയാണ്. ഡിഫറൻസ് എന്താ? സുൽത്താൻസിനെ മുഗൾസിനെ ഡിഫറൻസ് എന്താ? രണ്ടും വളരെ പ്രധാനപ്പെട്ട രാജവംശങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് അക്ബർ എന്ന് പറയുമ്പോൾ നമുക്കൊരു വികാരമാണ് അല്ലെ. അക്ബർ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു വികാരമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഇബ്രാഹിം ലോധി എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ അലാവുദ്ദീൻ ഖിൽജി നമുക്ക് ആ ഒരു റെസ്പെക്ട് തോന്നത്തില്ല. വൈ? ബിക്കോസ് മുഗൾസ് എന്ന് പറയുന്ന ആൾക്കാര് കുറച്ച് ഡിഫറെന്റ് ആണ്. ബിക്കോസ് അവര് വലിയൊരു എന്താ പറയാ ഒരു മോറൽ സൈഡ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഇപ്പൊ രണ്ടും ഇസ്ലാമിക് റൂളേഴ്സ് തന്നെയാണ്. പക്ഷെ മുഗൾസ് ഇന്ത്യ ഭരിച്ചപ്പോൾ കുറെ കൂടെ സെക്യുലാർ ടോളറൻസ് അവർക്ക് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് അക്ബർ കല്യാണം കഴിച്ചൊക്കെ രജപുത് അല്ലെങ്കിൽ ഹിന്ദു രാജകുടുംബങ്ങളിൽ നിന്നാണ് അക്ബർ പ്രധാനപ്പെട്ട മാട്രിമോണിയൽ അലയൻസ് നടത്തിയതൊക്കെ. പക്ഷെ സുൽത്താനേറ്റ് പീരീഡിൽ ആ ഒരു ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ ആ ഒരു ലെവൽ ഓഫ് റിലീജിയസ് ടോളറൻസ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. സുൽത്താൻസ് എന്ന് പറയുമ്പോൾ അവര് എന്താ പറയാ, ഇസ്ലാമിക് വേൾഡിലെ ട്രഡീഷണൽ ഇസ്ലാമിക് വേൾഡിലെ അപ്പൊ ക്രിസ്ത്യൻസിന് പോപ്പ് ആരാണോ അതുപോലെ തന്നെയാണ് മുസ്ലിംസിന് ഖലീഫ അല്ലെ, ഖിലാഫത്ത് എംപയർ എന്നൊക്കെ പറയും. ഈ സുൽത്താൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖലീഫയിൽ നിന്ന് അതോറിറ്റി ഡിറൈവ് ചെയ്ത്, ഖലീഫയുണ്ട്, തലതൊട്ടപ്പുറയുടെ ഖലീഫയുണ്ട്. ഈ ഖലീഫ അബ്ബാസിദ് ഖലീഫയുടെ എന്നൊരു ഖലീഫയുടെ കാലഘട്ടം, നമ്മൾ അതിനെ അങ്ങോട്ടേക്ക് പോകണ്ട, ജസ്റ്റ് കേട്ടുന്നാൽ മതി. ഖലീഫയിൽ നിന്ന് അതോറിറ്റി സ്വീകരിച്ചിട്ട് ഖലീഫയുടെ അണ്ടറിൽ നിന്നുകൊണ്ടാണ് സുൽത്താൻസ് ഇന്ത്യ ഭരിച്ചത്. ഈ ഖലീഫ അന്നത്തെ കാലത്ത് വളരെ വീക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സിംബോളിക് ഹെഡ് മാത്രമാണ് ഖലീഫ. പക്ഷെ സുൽത്താൻസ് വെച്ച് കഴിഞ്ഞാൽ സിംബോളിക്കലി സ്പീക്കിംഗ് ഖലീഫയുടെ അണ്ടറിലായിരുന്നു. പക്ഷെ മുഗൾസ് എന്ന് പറയുമ്പോൾ അവർ ഖലീഫയുടെ അതോറിറ്റി അത്രത്തോളം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പ്രോ ആക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്നു. അക്ബർ സ്വന്തമായിട്ട് മതം വരെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ, ദിന്നി ഇലാഹി. പക്ഷെ സുൽത്താൻസിന് ആ ഒരു ക്രിയേറ്റീവ് കൾച്ചറൽ സ്പേസ് ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് അക്ബർ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയാണ്. അക്ബർ ദ ഗ്രേറ്റ് അല്ലെ, ദ ഗ്രേറ്റ് എന്ന് കൂട്ടിച്ചേർത്ത് നമ്മൾ പറയുന്ന ചുരുക്കം ചില വ്യക്തികൾ ഒരാളാണ് അക്ബർ. അപ്പൊ അക്ബറിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് അക്ബറിന്റെ എക്കണോമിക് പോളിസീസിനെ പറ്റിയായിരിക്കും. അദ്ദേഹത്തിന്റെ ലാൻഡ് റവന്യൂ സിസ്റ്റം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ ടാക്സേഷൻ സിസ്റ്റം എങ്ങനെ, അതൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരാം. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവില് ഈ ഒരു ചോദ്യം നോക്കിയേ. ചോദ്യം എന്താണ്? 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി, കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ഇൻകറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വായിച്ചു പോകേണ്ട കാര്യമില്ല. കറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വളരെ വളരെ ഫേമസ് ആണ് അല്ലെ, മാൻസബ്ദാരി സിസ്റ്റം. അക്ബർ വാസ് എ ഗ്രേറ്റ് മാൻ. അക്ബർ മഹാനായ ഒരു മനുഷ്യനായിരുന്നു.
അങ്ങനെ നമ്മൾ ഓർത്തിരിക്കുന്നത്. അക്ബർ ആണ് മാൻസബ്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, കറക്റ്റ് ആണ്. ഔറംഗസേബ് വാസ് ദ ലാസ്റ്റ് പവർഫുൾ മുഗൾ റൂളർ. ആഫ്റ്റർ ഹിസ് ഡെത്ത് ദ എംപയർ സ്റ്റാർട്ടഡ് ഡിക്ലൈനിങ്. ഇത് ശരിയാണോ? ഏറ്റവും അവസാനത്തെ പവർഫുൾ മുഗൾ റൂളർ എന്ന് പറയുന്നത് ഔറംഗസേബ് ആണോ? അതെ. ഔറംഗസീബ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മുഗൾസിനെ പറ്റി മുഗൾ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയായിരുന്നു ഔറംഗസീബ്. ഓക്കെ, സ്റ്റിൽ നമ്മൾ ഔറംഗസീബിനെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയോ? ഔറംഗസീബിനെ വിളിക്കുന്ന പേരെന്താ? സിന്ദ പീർ, ലിവിങ് സെയിന്റ്, ജീവിച്ചിരിക്കുന്ന സന്യാസി എന്നാണ് ഔറംഗസീബിനെ വിളിക്കുന്നത്. അതാണ് മുഗൾ എംപയറിന്റെ ഒരു കരിഷ്മ. മുഗൾ എംപയേഴ്സിന്റെ കൂട്ടത്തിലെ തന്നെ ഏറ്റവും എന്താ പറയാ ഒരു മോശപ്പെട്ടതെന്ന് വിലയിരുത്തപ്പെടുന്ന ഭരണാധികാരിയാണ് ഔറംഗസേബ്. സ്റ്റിൽ ഔറംഗസീബിന്റെ തന്നെ ഇരട്ടപ്പേരെന്ന് പറയുന്നത് ലിവിങ് സെയിൻ, ജീവിക്കുന്ന സന്യാസി. ഭയങ്കര സാത്വികനായ മനുഷ്യനായിരുന്നു. വലിയ ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈൽ ഇല്ല. അന്നത്തെ കാലത്ത് ആൾക്കാർ 10ഉം 50ഉം കെട്ടിക്കൊണ്ടുന്ന സമയത്ത് ഔറംഗസീബ് വാസ് എ വൺ വുമൺ മാൻ. അദ്ദേഹം ഒരൊറ്റ സ്ത്രീയെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. അദ്ദേഹം മദ്യപിക്കാറില്ലായിരുന്നു. അദ്ദേഹത്തിന് മോശപ്പെട്ട ഡ്രഗ്സ്, ഇൻടോക്സിക്കേറ്റ് ഡ്രഗ്സ് ആൻഡ് ഡ്രിങ്ക്സ് ഒരു പരിപാടി ഇല്ലായിരുന്നു. അപ്പോ ഔറംഗസീബിന് പോലും അത്തരം ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ റിലീജിയസ്ലി സ്പീക്കിംഗ് കുറച്ചും കൂടെ ഇൻടോളറന്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു മുഗൾ എംപയറിന്റെ ഒരു 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 റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഔറംഗസീബിന്റെ കാലഘട്ടത്തിലാണ് മുഗൾ എംപയർ ഏറ്റവും ശക്തമായി വന്നതെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. ലാൻഡ്, ഏറ്റവും കൂടുതൽ ലാൻഡ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പവർ, ഏറ്റവും കൂടുതൽ വെൽത്ത് ഒക്കെ മുഗൾ എംപയർ അക്വയർ ചെയ്ത് ഔറംഗസീബിന്റെ കാലത്താണെന്ന് പോലും പറയുന്ന ചില സ്റ്റഡീസ് ഉണ്ട്. അദ്ദേഹം പോലും അത്രയും കിടിലമായിരുന്നു ചില പെർസ്പെക്റ്റീവില്. പക്ഷേ ഔറംഗസീബിന് ശേഷം വന്ന മുഗൾ രാജാക്കന്മാരുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്നത് ലേറ്റർ മുഗൾസ് അല്ലെങ്കിൽ മൈനർ, ചെറിയ മുഗൾ രാജാക്കന്മാരെന്നാണ്. അവർക്കൊന്നും ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി. പക്ഷേ ഔറംഗസീബ് എന്ത് പറഞ്ഞാൽ ഗ്രേറ്റ് ലീഡർ. ഇന്ത്യ കൺട്രോൾ വെച്ചിട്ട് ഏറ്റവും ഗ്രേറ്റ് ലീഡേഴ്സിൽ ഒരാളായിരുന്നു ഔറംഗസീബ്. പക്ഷെ ഔറംഗസീബിന് ശേഷം വന്ന ജഹന്ദർ ഷായറുണ്ട്, ബഹദൂർ ഷായുണ്ട്. അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് അവരൊക്കെ വെച്ച് കഴിഞ്ഞാല് വളരെ മോശപ്പെട്ട എന്താ പറയാ ഭരണാധികാരികളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഔറംഗസീബിന്റെ മരണത്തിന് ശേഷം മുഗൾ എംപയർ നശിക്കാൻ തുടങ്ങി. ഹി വാസ് ദ ലാസ്റ്റ് ഗ്രേറ്റ് മുഗൾ. ഔറംഗസീബ് കുറച്ചു കാലം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരൊന്നും ഇന്ത്യയുടെ 7 അലക്ക് തരത്തില്ല. ഔറംഗസീബ് അവരൊക്കെ അടിച്ചുപിടിച്ചേനെ. ഔറംഗസീബിനെ പോലുള്ള ഒരു വ്യക്തി പിന്നീട് ഉണ്ടായിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരോ ഡച്ചുകാരോ ഒന്നും ഇന്ത്യയിൽ ഇത്രയും പേര് ഉറപ്പിക്കില്ലായിരുന്നു എന്നുള്ള സ്റ്റഡീസ് പോലും ഉണ്ട്. ഓക്കെ, അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ആബ്സല്യൂട്ട്ലി കറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റല്ല. തേർഡ് സ്റ്റേറ്റ്മെന്റോ, ബാബർ ഡിഫീറ്റഡ് ഷേർഷാ സൂരി ഇൻ ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഷേർഷാ സൂരി, ബാബർ ആരെയെ തോൽപ്പിച്ചത്? ബാബർ ആണ് മുഗൾ എംപയർ പണിയുന്നത്. ബാബർ ആണ് മുഗൾ എംപയർ അടിത്തറയിട്ട് കൊടുക്കുന്നത് അല്ലെ. ബാബർ പക്ഷെ തോൽപ്പിച്ചത് ഷേർഷാ സൂരി അല്ല, ഇബ്രാഹിം ലോധിയാണ്. ഇബ്രാഹിം ലോധിയാണ്. അഫ്ഗാൻ റൂളർ ആയിരുന്നു ഇബ്രാഹിം ലോധി എന്ന് പറയുന്നത് അല്ലെ, അഫ്ഗാനിസ്ഥാനിൽ. അപ്പൊ ഷേർഷാ സൂരി തോൽപ്പിക്കുന്നത് ആരെയാ? ഷേർഷാ സൂരി തോൽപ്പിക്കുന്ന ആരെയാ? ഹുമയൂണിനെയാണ്. ഹുമയൂണും ഷേർഷാ സൂരിയും തമ്മിലാണ് ക്ലാഷ് വരുന്നത്. ബാബർ വാസ് എ മിലിറ്ററി മാൻ. അദ്ദേഹത്തിന് പട്ടാളം എന്താണെന്ന് അറിയാം, അടിതടകൾ അറിയാം, സ്ട്രാറ്റജി അറിയാം, എല്ലാം അറിയാം. പക്ഷെ പിന്നീട് വന്ന ഹുമയൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മിലിറ്ററി മാൻ അല്ല, അദ്ദേഹം ഒരു പട്ടാളക്കാരനല്ല, അദ്ദേഹം ഒരു സ്കോളർ ആയിരുന്നു, അല്ലെ കൾച്ചറലി ഇൻക്ലൈൻഡ് ആയിരുന്നു, അല്ലെ അല്ലെങ്കിൽ പോയിട്രി അല്ലെങ്കിൽ ലിറ്ററേച്ചർ അല്ലെ കൾച്ചറൽ സിമ്പിൾസ് അതിനെ ആരാധിച്ചിരുന്ന വ്യക്തിയാണ് ഹുമയൂൺ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാനുള്ള അറിവ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഷേർഷാ സൂരി വന്നിട്ട് നന്നായിട്ട് കയറി പണിയിട്ട് പോകുന്ന ഹുമയൂണിനെ. വർഷങ്ങളോളം ഹുമയൂൺ എന്താ പറയാ ഒളിച്ചു കഴിയുമായിരുന്നു ഷേർഷാ സൂരിയുടെ കാര്യത്തിൽ അല്ലെ. ഈവൻ ലെജൻഡ്സ്. ഈ ഷേർഷാ സൂരിയെ നമ്മൾ ആ സ്റ്റോറീസിൽ നമുക്ക് റിവിഷൻ ക്ലാസ് നമ്മൾ സ്റ്റോറീസിലായിട്ടൊക്കെ പോവാം. ഓക്കെ, കാരണം ഷേർഷാ സൂരിയെ കാണുമ്പോൾ ആദ്യമായി കാണുന്ന സമയത്ത് ഹുമയൂൺ പറഞ്ഞൊരു കാര്യമാണ് ഷേർഷാ സൂര്യ നാട് കടത്തണം, ഇവിടെ എവിടെ നിർത്തില്ല. എന്തുകൊണ്ടാ? ബിക്കോസ് ഹി ഹാഡ് ദ സൈൻ ഓഫ് റോയൽറ്റി ഇൻ ഹിസ് ഫോർഹെഡ്. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ രാജാവാകാനുള്ള സൈൻ, റോയൽറ്റിയുടെ സൈൻ അദ്ദേഹം നെറ്റിയിലുണ്ടായിരുന്ന പറയുന്നത്. അപ്പൊ അത് കണ്ട് പേടിച്ച് ഹുമയൂൺ അദ്ദേഹം നാട് കടത്തിയതാണ്. നാട് കടത്തിയ മനുഷ്യനെ പിന്നെ വന്നിട്ട് ഹുമയൂണിനെ ചവിട്ടി പുറത്തേക്ക് രാജ്യബന്ധം പിടിച്ചെടുത്തത്. അപ്പം ഷേർഷാ സൂരി വാസ് ആൻ എൻറ്റയർലി ഡിഫറെന്റ് പേഴ്സണാലിറ്റി. യെസ്. അപ്പൊ അതിലേക്ക് നമ്മുടെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഉണ്ടല്ലോ, ഇന്നും നമ്മൾ സഞ്ചരിക്കുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേസിൽ ഒന്നാണ് ഇന്നും ഉണ്ടത്. അത് പണിയുന്നത് ഷേർഷാ സൂരിയാണ്. അതിനെ പറ്റിയൊക്കെ നമുക്ക് കൂടുതൽ റിവിഷൻ ക്ലാസ്സുകളിൽ സംസാരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾ PDF വായിക്കുമ്പോൾ വളരെ റിസർച്ച് ചെയ്ത് മുഗൾ റൂളേഴ്സിന്റെ ഒരു ക്യാപ്സ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിനുള്ള സമയമേ ഉള്ളൂ. ഈ ക്യാപ്സ്യൂൾ കൃത്യമായും പഠിക്കുക. ബാബറിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഹുമയൂണിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ, അക്ബറിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒക്കെ പഠിക്കാം.
ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. സുൽഫീഖുൽ അല്ലെ, സുൽഫ് ഈക്കുൾ, അതായത് ലോകത്തിലെ എല്ലാവർക്കും സമാധാനം കൊടുക്കണം, അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടെ ജീവിക്കണം എന്നുള്ള ഫിലോസഫിയാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാ? സുൽഫീഖുൽ. ഏത് മുഗൾ രാജാവാണ് സുൽഫീഖുൽ എന്ന് പറയുന്ന ഫിലോസഫി ഇൻട്രൊഡ്യൂസ് ചെയ്തത്? യെസ്, അക്ബർ. അക്ബർ, വെരി ഗുഡ്, അക്ബർ ആണ്. ദിൻ ഇലാഹിയോ, ദിൻ ഇ ഇലാഹി, പുതിയൊരു മതമായിരുന്നു അത് അല്ലെ, അതും അക്ബറാണ്. എക്സാക്ട്ലി, അതും അക്ബറാണ് ചെയ്തിട്ടുള്ളത്, ഓർത്തിരിക്കുക. എക്സാക്ട്ലി, അക്ബർ. അപ്പം അക്ബറിന്റെ ഒരു മഹത്വം അതാ. ഹി ഡിക്ലെയർഡ് ഹിംസെൽഫ് ആസ് അൾട്ടിമേറ്റ് ഇന്റർപ്രറ്റർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. പണ്ട് കാലത്ത്, സോറി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ഖുറാൻ. പണ്ട് കാലത്ത് ഖുറാനിന്റെ വ്യാഖ്യാനിക്കാനുള്ള അവകാശം ആർക്കേ ഉള്ളൂ? ഈ പൗരോഹിത്യ വർഗം, പ്രീസ്ലി ക്ലാസ്സിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അക്ബർ പറഞ്ഞു അത് വേണ്ട, ഞാനാണ് ഭരിക്കുന്നത്, ജനങ്ങളുടെ മനസ്സറിയുമെന്ന് എനിക്കാണ്. അതുകൊണ്ട് തന്നെ അക്ബർ വാസ് ഇലിറ്ററേറ്റ്. പല ആൾക്കാരും പറഞ്ഞു അക്ബർ ഇലിറ്ററേറ്റ് ആണ്. അദ്ദേഹത്തിന് അവസാന കാലം അദ്ദേഹത്തിന്റെ പേര് മാത്രം, അക്ബർ എന്നുള്ള പേര് മാത്രം എഴുതാൻ അറിയത്തുണ്ടായിരുന്നു. സ്റ്റിൽ ഹി വാസ് എ ഗ്രേറ്റ് പേഴ്സൺ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അക്ബർ പിന്നെ ആ ഒരു ഖുറാനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള അവകാശം അക്ബർ സ്വയം അങ്ങ് ഏറ്റെടുക്കായിരുന്നു. പിന്നെ അക്ബർ ആണ് ഖുറാൻ ഇന്റർപ്രറ്റ് ചെയ്തതും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അക്ബറാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ജസിയ പോലെ, പിൽഗ്രിമേജ് ടാക്സ് പോലെയുള്ള റിഗ്രസീവ് ടാക്സേഷൻ അബോളിഷ് ചെയ്തത്. സുൽത്താൻമാരുടെ കാലഘട്ടത്തില് മറ്റ് മതത്തിലുള്ള ആൾക്കാർ അവരുടെ മതം ഫോളോ ചെയ്യണമെങ്കിൽ ടാക്സ് കൊടുക്കണം, ജസിയ കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജൈനൻ അല്ലെങ്കിൽ ഒരു ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യാനി, അവരുടെ ഒരു എന്താ പറയാ പ്ലേസ് ഓഫ് വർഷിപ്പ്, അവരുടെ അമ്പലത്തിലോ പള്ളിയിലോ പോകണമെങ്കിൽ സുൽത്താൻമാർക്ക് ടാക്സ് കൊടുക്കണമായിരുന്നു. പക്ഷെ അക്ബർ പറഞ്ഞു ഇനഫ് ഈസ് ഇനഫ്, അതൊന്നും നമുക്ക് വേണ്ട. അങ്ങനെ അക്ബർ പിൽഗ്രിമേജ് ടാക്സ്, തീർത്ഥാടന നികുതി എടുത്തു കളഞ്ഞു, ജസി എടുത്തു കളഞ്ഞു. ഇതൊക്കെ പിന്നെ ഔറംഗസീബ് കൊണ്ടുവരുന്നത്, കാരണം ഔറംഗസീബ് അത്ര ശരിയല്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അക്ബർ വാസ് എൻറ്റയർലി ഡിഫറെന്റ്. ഓക്കെ, അക്ബർ ആ രീതിയിലുള്ള വ്യക്തിയായിരുന്നു. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ചുമ്മാ പാകിസ്ഥാന്റെ അവിടുത്തെ നമ്മുടെ NCERT പോലുള്ള അവിടുത്തെ പാഠപുസ്തകം എടുത്ത് നോക്കണം. അതില് അക്ബർ മോശക്കാരനും ഔറംഗസീബ് ഗ്രേറ്റുമാണ്. ഔറംഗസീബ് ദ ഗ്രേറ്റ് എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അക്ബർ അവിടെ എന്താ പറയുക, അത്ര നല്ലൊരു റൂളർ അല്ലെന്നാണ് അതിനകത്ത് പറയപ്പെടുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ട് അവർക്ക് അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അക്ബർ ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരികളായിരിക്കും അക്ബർ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, 1850s റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്ത് ബ്രാഹ്മണന്മാരാണ്. പക്ഷെ ബ്രാഹ്മണന്മാര് പോലും രാജാവായി അവരോധിച്ചത് ആരെയാ? ബഹദൂർ ഷാ ദ സെക്കൻഡ് എന്ന് പറയുന്ന മുഗൾ രാജാവിനെയാണ്. എന്തുകൊണ്ടാ? അക്ബറിന്റെ ലെഗസി തന്നെയാണ്. അക്ബറിനെ പോലെ ഇത്ര ലെഗസി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി അശോകനോ മറ്റോ കാണത്തുള്ളൂ. എക്സാക്ട്ലി, റൈറ്റ്. അപ്പൊ ഒരു കൺഫ്യൂസിങ് ഫാക്ട് കൊണ്ട് ചോദിക്കട്ടെ, നിങ്ങൾ ചോദിക്കട്ടെ. ഇന്ത്യയിൽ ആദ്യമായി ഒരു സെക്യുലർ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാ? PSC ചോദ്യമാണ്. മതനിരപേക്ഷ രാഷ്ട്രം ഇന്ത്യയിൽ ഒരു സെക്യുലർ സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഒരു ഇസ്ലാമിക് റൂളറാണ്. ഗുപ്തന്മാരല്ല, ഒരു ഇസ്ലാമിക് റൂളർ. ആരാത്? നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. അക്ബർ അല്ല. അതാണ് അതിന്റെ കോമഡി. അക്ബർ അല്ല. നിങ്ങൾ ഓപ്ഷൻസ് അക്ബറിനെ ചൂസ് ചെയ്യുള്ളൂ. എസ്, ലോഹിത്, വെരി ഗുഡ്. അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിയാണ് ഒരു സെക്യുലർ സ്റ്റേറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പറയപ്പെടുന്നത്. കാര്യം അദ്ദേഹം, സെക്യുലാരിസം ഈസ് ഓൾ അബൌട്ട് സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം സ്റ്റേറ്റ്. മതത്തിനെയും രാഷ്ട്രത്തിനെയും രണ്ടായിട്ട് കാണുക എന്നുള്ളതാണ് സെക്യുലാരിസം. അലാവുദ്ദീൻ ഖിൽജി പറഞ്ഞു ഖുറാൻ അവിടെ ഉണ്ട്, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ രാഷ്ട്രം ഭരിക്കേണ്ടത് മറ്റു രീതിയിലാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്നുള്ള ഒരു തിയറി ഉണ്ട്. ഓക്കെ, അതിനുശേഷമാണ് അക്ബറൊക്കെ അത് ചെയ്തിരുന്നത്. റൈറ്റ്. ഇതാണ് ചില കൺഫ്യൂസിങ് ഫാക്ടർ കൂടുതൽ ഷൂട്ട് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഇത് മോസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് ഈ PDF തന്നെ ഉണ്ട്. എക്സ്ട്രാ പോയിന്റ് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? മുഗൾ ഡൈനാസ്റ്റിയെ പറ്റിയുള്ള ഒരു സിനോപ്സിസ് ഒന്ന് പഠിച്ചിട്ട് പോവാം. ലേറ്റർ മുഗൾസിനെ പറ്റി നമുക്ക് അധികം ചോദ്യങ്ങൾ വരാറില്ല. ലേറ്റർ മുഗൾസിൽ നമുക്ക് പ്രധാനമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ആരെ പറ്റിയാ? ലേറ്റർ മുഗൾസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വരുന്ന ആരെ പറ്റിയാ? ബഹദൂർ ഷാ ദ സെക്കൻഡ് അല്ലെ, സഫർ അല്ലെങ്കിൽ സഫർ എന്ന തൂലികാ നാമം ഉള്ള മുഗൾ രാജാവ് ആര്? ബഹദൂർ ഷാ ദ സെക്കൻഡ് അല്ലെ. യെസ്. വേറൊരു മുഗൾ റൂൾ ഉണ്ടല്ലോ, രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ടൈറ്റിൽ കൊടുത്തത്. വെരി ഗുഡ്, അക്ബർ ദ സെക്കൻഡ്. അദ്ദേഹവും ലേറ്റർ മുഗളാണ്. ഒറിജിനൽ അക്ബർ വാസ് ഓൺ അനദർ ലെവൽ. പക്ഷെ അക്ബർ ദ സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ എന്താ പറയാ, റെഡ് ഫോർട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്ന ഒരു പാവപ്പെട്ട ഒരു മുഗൾ രാജാവായിരുന്നു അക്ബർ ദ സെക്കൻഡ്. റൈറ്റ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? കാരണം മുഗൾസിനെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താൻ പറ്റത്തില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. ബ്രിട്ടീഷുകാർ അധികാരം പിടിച്ചടക്കിയപ്പോൾ ഒരുവിധം എല്ലാ രാജാക്കന്മാരും അവരെ അടിച്ചൊതുക്കി. കേരളത്തിൽ പഴശ്ശിരാജെ അടിച്ചൊതുക്കി. മറാത്തയിൽ പോവാണെങ്കിൽ ശിവാജി അടിച്ചൊതുക്കി.
അല്ലെ, മറാത്ത കോൺഫറൻസിനെ മൊത്തം ബ്രിട്ടീഷുകാർ തകർത്തു. പക്ഷേ മുഗൾ രാജാക്കന്മാരെ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരെ നശിപ്പിക്കാതിരുന്നത്? മുഗൾ രാജാക്കൻ ഇപ്പൊ അക്ബർ സെക്കൻഡ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലുണ്ട്, അവർ അത്ര ശക്തി പ്രാപിച്ചിട്ട് മുഗൾ ഹൗസിനെ അവർ അതുപോലെ നിലനിർത്തി. എന്തുകൊണ്ടാ? കൾച്ചറൽ സിഗ്നിഫിക്കൻസ് മുഗൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു, അത്ര റിച്ച്നെസ് ആയിരുന്നു. ഇപ്പൊ ശിവാജിയെ പോലെ അല്ലെങ്കിൽ മറാത്ത കോൺഫറൻസ്, ഫട്നാവിസ് അല്ലെങ്കിൽ ഗെ വാട്സ്, അവരെ ഒക്കെ തറവറ്റിച്ചു. കേരളത്തിലെ തന്നെ ഒരുവിധ രാജവംശങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ തറവറ്റിച്ചു. കൊച്ചിയിലും ട്രാവൻകൂറിലും മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ മുഗൾ രാജാക്കന്മാരെ, മുഗൾ ഹൗസിനെ അവർ പ്രിസർവ് ചെയ്തു അൺടിൽ 1857 റിവോൾട്ട്. അതിന്റെ റീസൺ ഇതാണ്. മുഗൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത്ര ഒരു വൈകാരികമായ ഒരു ഘടകമാണ്. പക്ഷെ 1857 റിവോൾട്ടിന് ശേഷം എന്ത് ചെയ്തു? മുഗൾ ഡിനാസ്റ്റിയെ ബ്രിട്ടീഷുകാർ നശിപ്പിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എനിക്കറിയാം ഞാൻ കുറച്ച് സ്പീഡിനാണ് പോകുന്നത്, ബിക്കോസ് നമുക്ക് എക്സാം അടുത്തിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് നേടിത്തരിക എന്നുള്ളതാണ് നമ്മുടെ എൻറ്റയർ ക്ലാസ് റൂം പ്രോഗ്രാംസിന്റെ ഉദ്ദേശം. സോ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഡൗട്ട് തോന്നുന്നെങ്കിൽ എടുത്ത് പറയാം, നമുക്കത് ആ ഒരു പോയിന്റ് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. മുഗൾ സൊസൈറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം മിഡീവൽ ഇന്ത്യ എന്നൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഈ ഇത്ര ഒരു നോട്ട്സ് വളരെ വിശാലമായിട്ട് നിങ്ങൾക്ക് നോക്കണ്ടറിയാം എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടാണ് കൊടുത്തിട്ടുള്ളത് കണ്ടാൽ അറിയാം. ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള സെലക്ടഡ് പോർഷൻസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, അത് അങ്ങനെ തന്നെ പഠിക്കാം. റൈറ്റ്, നമുക്കിനി അടുത്ത് നോക്കാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് 1857 റിവോൾട്ട് അല്ലെ. 1857 റിവോൾട്ട്, ഇതിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ശരിയായിട്ടുള്ള പ്രസ്താവന എന്തെന്നാണ് ചോദ്യം. 1857 റിവോൾട്ടിനെ സംബന്ധിച്ചിട്ടുള്ള റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? എൻഡ് ഓഫ് കമ്പനി റൂൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂൾ ഇന്ത്യയിൽ ഇതോടുകൂടി അവസാനിച്ചു എന്ന് പറയുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് അല്ലെ. കാര്യം 1857 റിവോൾട്ടിന് ശേഷം, ഒരു 1857 വിപ്ലവം ഉണ്ടാവുന്നതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നെറികെട്ട ഭരണമാണ്. അത് ബ്രിട്ടീഷ് ജനത തിരിച്ചറിയുകയും അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്യണമെന്നുള്ള ആവശ്യം വരികയും ചെയ്തു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ, ഇന്ത്യ ബ്രിട്ടീഷ് ക്രൗണിന്റെ അണ്ടറിലായി. എക്സാക്ട്ലി. ഇപ്പം ഇയോബിന്റെ പുസ്തകം സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല? ഇയോബിന്റെ പുസ്തകം, അതിൽ ലാല് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഫഹദ് ഫാസിലിന്റെ അടുത്ത്. ലോഷി നീ കമ്മ്യൂണിസ്റ്റ് ആണോടാന്ന് വെച്ചിട്ട് ലാല് പറയുന്ന ഡയലോഗ് ഉണ്ട്, എന്താ? ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രജയാണ് ഞാൻ, എന്റെ വീട്ടിലിരുന്നുകൊണ്ട് നീ ബ്രിട്ടീഷ് രാജ്ഞിക്ക് എതിരായിട്ട് കലഹം നടത്തില്ലെന്ന് പറയുന്നത്. അപ്പോൾ അത് അഭിമാനത്തോടു കൂടിയാ പറയുന്നത്. ഓൾ ബിക്കോസ് ഓഫ് 1857 റിവോൾട്ട്. ബിക്കോസ് 1857 റിവോൾട്ടിന് ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ച് എന്താ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്യുന്നു. ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് വന്ന് ഇന്ത്യ ഭരിക്കാൻ പോകുന്നു. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഈ ഒരു ഇവന്റിന് ശേഷം, അതായത് ക്വീൻസ് പ്രൊക്ലമേഷൻ ഒക്കെ ഉണ്ടല്ലോ, ക്വീൻസ് പ്രൊക്ലമേഷൻ ഒക്കെ ഉണ്ട്, അതിനുശേഷം ഇന്ത്യയിൽ നടക്കുന്നത് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 1857 വരെ കമ്പനി റൂളാണ്, കമ്പനിയാണ് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്നത്. 1857 മുതൽ 1947 വരെ ക്രൗൺ റൂളാണ്. ക്രൗൺ എന്തുകൊണ്ടാ? ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ രാജാവ് നേരിട്ടാണ് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അതും ശരിയാണ്. ഗവർണർ ജനറൽ എന്ന് പറയുന്ന ആളുടെ പേര് മാറ്റി വൈസ്രോയി എന്നുള്ള പേരാക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ആ സമയത്ത് ആരായിരുന്നു വൈസ്രോയി? ലോർഡ് കാനൻ. ഇന്ത്യയിലെ ആ സമയത്തെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയും ഒരൊറ്റ വ്യക്തിയാണ്, ലോർഡ് കാനൻ അല്ലെ, ലോർഡ് കാനൻ. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഡോക്ട്രിൻ ഓഫ് ലാബ്സും അബോളിഷ് ചെയ്യുന്നുണ്ട്. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് അബോളിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാ? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. യെസ്, ലോർഡ് വില്യം ബെന്റിക് അല്ലെ. അപ്പൊ എന്റെ ചോദ്യം, ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാ? യെസ്, അത് ഞാൻ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിനൊരു പ്രശ്നമുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യ, അതായത് ബ്രിട്ടീഷുകാര് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനൻ ആണ്. പക്ഷെ ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാര്യാണ്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, അപ്പൊ അത് ബ്രിട്ടീഷ് ഇന്ത്യ അല്ലല്ലോ, ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആണല്ലോ.
സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമുക്കൊരു ഗവർണർ ജനറൽ വരുന്നത് സി രാജഗോപാലാചാര്യ. പക്ഷേ ഓപ്ഷൻസ് നിങ്ങൾ നോക്കണം. ഓപ്ഷൻസിനകത്ത് രാജഗോപാലാചാര്യ ഇല്ല, പകരം ക്യാനൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. രാജഗോപാലാചാര്യ ഉണ്ടെങ്കിൽ ആരെ ചൂസ് ചെയ്യണം? യു ഷുഡ് ചൂസ് ചക്രവർത്തി രാജഗോപാലാചാരി. ക്ലിയർ ആണോ? ഓക്കെ. ഇപ്പൊ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാ? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. യെസ്, ലോർഡ് മൗണ്ട് ബാറ്റൺ. വെരി ഗുഡ്, ലോർഡ് മൗണ്ട് ബാറ്റൺ. ഫൈൻ. ലാസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ ആരാ? ലാസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ. ലാസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ. അത് മൗണ്ട് ബാറ്റൻ ആണ്. മൗണ്ട് ബാറ്റൻ. സി, തിരിഞ്ഞു പോലെ അത് മൗണ്ട് ബാറ്റൻ ആണ്. സി രാജഗോപാലാചാര്യ ലാസ്റ്റ് ഗവർണർ ജനറൽ ആണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ അതിൽ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇപ്പൊ 1850s റിവോൾട്ടിനെ പറ്റി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള പോയിന്റുകളൊക്കെ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടൊന്ന് വായിച്ച് പഠിക്കാൻ ശ്രമിക്കും. ഓക്കെ. ഈ അടുത്തത് എനിക്ക് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പുതിയൊരു ഓപ്ഷന്റെ പാറ്റേൺ. ഇത് വളരെ ഈസി ക്വസ്റ്റൻ ആണ്. പക്ഷെ ഓപ്ഷൻസിന്റെ പാറ്റേൺ കണ്ട് ചിലപ്പോൾ നിങ്ങൾ വിജൃംഭിച്ചിരുന്നേക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചോദ്യം ഒന്ന് അടുത്ത് പരിചയപ്പെടാം, അല്ലെ? ചോദ്യം എന്താ? ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ സത്യാഗ്രഹവും അത് തമ്മിൽ ഉള്ള ഒരു ചോദ്യമാണ്. ഇത് കറക്റ്റ് ഫാക്ടുകൾ മാർക്ക് ചെയ്യുന്ന കോമ്പിനേഷൻ കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇത് വായിക്കും, പിന്നെ ഇത് വായിക്കും, പിന്നെ ഇത് വായിക്കും. അങ്ങനല്ല ഈ ടൈപ്പ് ക്വസ്റ്റൻസ്. യു ഷുഡ് റീഡ് ഹൊറിസോണ്ടലി. ഇങ്ങനെ ആദ്യം ഇത് വായിക്കണം, പിന്നെ ഇതുമായിട്ട് ഇതിനകത്ത് ഏതാ മാച്ച് നോക്കണം, പിന്നെ ഇതിനകത്ത് ഏതാ മാച്ച് നോക്കണം. ചുമ്മാ ഇത് ഇങ്ങനെ ഡയറക്റ്റ്ലി വായിച്ചു പോകരുത്. ക്ലിയർ ആണല്ലോ? സോ ചെമ്പാരൻ സത്യാഗ്രഹ അത് 1917 എല്ലാവർക്കും അറിയാം, അല്ലെ? പിന്നെ അതിനകത്ത് എന്താണ് സംഭവം? ഫാസ്റ്റ് ആൻഡ് ടു ഡെത്ത് ആയിരുന്നു, ഫസ്റ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആയിരുന്നു. എന്തായിരുന്നു അത്? അപ്പോ എയിലെ വണ്ണിനെ പറ്റി നമ്മൾ എയിലെ വൺ എയിൽ വണ്ണ് വരുന്ന രണ്ട് ഓപ്ഷനേ ഉള്ളൂ, എയും ഡിയും. അപ്പൊ അതിൽ തന്നെ B2 ആണെന്നുണ്ട്, അല്ലെ? രണ്ടിലും B2 ആണ്, അല്ലെ? B2 ആണ്. അപ്പൊ അതിനെപ്പറ്റി ആലോചിച്ച് വെറുതെ സമയം കളയണ്ട. B2 ആണ്. സിയില് 3 ആണ്. യെസ്, അപ്പൊ ഇതിന്റെ ആൻസർ ഡി. ഈ ഒരു ഓപ്ഷൻ പാറ്റേൺ നിങ്ങൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? നമുക്ക് വരാൻ പോകുന്ന ഓപ്ഷന്റെ ഒരു പാറ്റേൺ ആണ്. പക്ഷെ ഇത് ഈസിയാണ്. ഇത് എങ്ങനെ സോൾവ് ചെയ്യേണ്ടത് മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? ഞാൻ ഒന്നുകൂടെ പറയാം, ചില ആൾക്കാർക്ക് ഡൗട്ട്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. സി, ചെമ്പാരൻ സത്യാഗ്രഹ. ഇപ്പം ഞാൻ കുറച്ചുകൂടെ ലൈൻ വരച്ച് ചില ആൾക്കാരുടെ കൺഫ്യൂഷൻ വന്നു തോന്നുന്നു, അല്ലെ? പറഞ്ഞുതരാം. എ എന്ന് പറയുമ്പോൾ ഇത്രയാണ് എ വരുന്നത്. A1 എന്ന് പറയുമ്പോൾ ഇതാണ് A1. കണ്ടോ? 1 2 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 2 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. A3 എന്ന് പറയുന്നത് ഇതാണ്. A1 A2 A3 ഇതാണ്. B1 എന്ന് പറയുന്നത് ഇതാണ് 1. B2 ഇത്, B3 ഇത്. C1 C2 C3. അത്രേ മനസ്സിലായല്ലോ? 1 2 3 ABC. ആ ഒരു കോർഡിനേറ്റ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഇതിനകത്ത് ശരിയായ കോമ്പിനേഷൻ ഏതെന്ന ചോദ്യം. അപ്പൊ നമുക്ക് എല്ലാവരും ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുന്നത് ചോദ്യത്തിൽ നിന്ന് ഓപ്ഷൻസിലേക്ക് പോവുകയാണ്. പക്ഷെ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യുന്നത് ഓപ്ഷൻസിൽ നിന്ന് വേണം ചോദ്യത്തിലേക്ക് പോകാൻ. ഓപ്ഷൻസ് ഇതാണ്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കി A1 ആണ്. അപ്പൊ A1 എന്ന് പറയുമ്പോൾ ചെമ്പാരൻ സത്യാഗ്രഹ. B2 ശരിയാണോ നോക്കിയേ? തീൻ കാത്തിയ. അത് ശരിയാണ്, B2 ശരിയാണല്ലോ. ചെമ്പാരൻ സത്യാഗ്രഹയുടെ റീസൺ തീൻ കാത്തിയ സിസ്റ്റം ആയിരുന്നു. പിന്നെ വരുന്നത് C2 ആണ്. യെസ്, അത് തെറ്റാ. കാര്യം ചെമ്പാരൻ സത്യാഗ്രഹം 1917 ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് വരുന്ന കോമ്പിനേഷൻ ഡി മാത്രമാണ്. അപ്പൊ ഒരു ഉത്തരം ഡി എന്ന് കിട്ടും. ഇത് കഴിഞ്ഞ 100 കൊല്ലമായിട്ട് PC ചോദിക്കുന്ന ഫാക്ടുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഒരു പുതിയ ഫാക്ടുകൾ ഇതിനകത്തില്ല. പക്ഷെ ചോദ്യത്തിന്റെ ഓപ്ഷൻസ് കണ്ട് പേടിച്ച് ചോദ്യം വിട്ട് ഓടിത്തള്ളിയ ആൾക്കാരാണ് കൂടുതൽ. അതാണ് ഞാൻ പറഞ്ഞത്, സ്ട്രെസ് മാനേജ്മെന്റ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. സ്ട്രെസ് പ്രോപ്പറായി മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയിൽ നല്ല രീതിയിൽ മാർക്ക് കൂട്ടാൻ പറ്റും. ഇത് ഈ ഒരു ഓപ്ഷന്റെ പാറ്റേൺ UPSC പോലും ഇല്ല. പക്ഷെ PSC-യിലുണ്ട്, നെറ്റ് എക്സാംസിനുണ്ട്. ഈ PSC-യുടെ ടെക്നിക്കൽ PC എക്സാംസ് ഉണ്ടല്ലോ, സയന്റിഫിക് ഓഫീസർ അല്ലെങ്കിൽ അതുപോലൊക്കെ ടെക്നിക്കൽ PC എക്സാംസ് വന്നിട്ടുണ്ട്. കേരള PSC-യുടെ ജനറൽ PC വരാൻ പോവുകയാണ്. നമ്മൾ ഒരു മുഴുവൻ മുന്നേ എറിയുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ. UPSC-യിൽ പോലും ഈ ഒരു ഓപ്ഷന്റെ പാറ്റേൺ ഇല്ല. പക്ഷെ നെറ്റിനും അല്ലെങ്കിൽ UGC-യുടെ എക്സാംസിനൊക്കെ ഇതുണ്ട്. ഓക്കെ. അപ്പോ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട സത്യാഗ്രഹങ്ങൾ ചെമ്പാരൻ, അഹമ്മദാബാദ്, ഖേദ, 3 പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോകാവൂ. ചെമ്പാരൻ നമുക്കറിയാം 1917-ലാണ്. അഹമ്മദാബാദ് 1918-ലാണ്.
ഖേദ സത്യാഗ്രഹം 1918 ആണ്. പക്ഷേ ഇതിൽ ഏത് ആദ്യമേ, അഹമ്മദാബാദ് ആണോ ഖേദയാണോ ആദ്യമേ നടക്കുന്നത്? രണ്ട് 1980s തന്നെയാണല്ലോ. ഇതിൽ ഏതാണ് വിച്ച് കം ഫസ്റ്റ്? യെസ്, ഈ ഒരു കോഡ് ആലോചിച്ചാൽ മതി. CAK, കേക്ക് എന്നുള്ള കോഡ് ആലോചിച്ചാൽ മതി. ചമ്പാരൻ, അഹമ്മദാബാദ്, ഖേദ. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്, ഗാന്ധിയൻ യുഗം അല്ലെ, 1950s മുതൽ 1947 വരെയുള്ള പീരീഡ്. 40ൽ അദ്ദേഹം മരിക്കണം. 47 വരെയുള്ള പീരീഡിലുള്ള പ്രധാനപ്പെട്ട ഇവന്റ്സ് ഒക്കെ നമ്മൾ നോട്ട്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം സ്ഥിരമായി PSC വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അസേർഷൻ റീസണിങ് മോഡൽ ക്വസ്റ്റ്യൻ അല്ല, അസേർഷൻ റീസണിങ്. അസേർഷൻ എന്താ? കംപ്ലീറ്റ് എക്ലിപ്സ് ഓഫ് ഡച്ച് പവർ ഇൻ കേരള. അതായത് കേരളത്തിലെ ഡച്ച് സാമ്രാജ്യം തകരുന്നു, അസ്തമിക്കുന്നു. റീസൺ ആയിട്ട് പറഞ്ഞ എന്താ? കൊളച്ചിൽ യുദ്ധം, 1741 കൊളച്ചിൽ യുദ്ധം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? അസേർഷൻ റീസണിങ്ങിന്റെ ആൻസർ എന്ത് വരും? സി അല്ലെ? യെസ്, എക്സാക്ട്ലി സി. വെരി ഗുഡ്. ഓൾറൈറ്റ്, സി ആണ് ഉത്തരത്തിലേക്ക് വരാം. സി ആണ് അതിന്റെ ഉത്തരം. സ്ഥിരമായി PSC ചോദ്യമാണ്. അപ്പോ ഇന്ത്യയിൽ ആദ്യമായി ഒരു യൂറോപ്യൻ പവറിനെ തകർക്കുന്ന യുദ്ധം ഏതാ? ദ ഫസ്റ്റ് വാർ ഇൻ ഇന്ത്യ വേർ എ യൂറോപ്യൻ പവർ വാസ് ഡിഫീറ്റഡ് ബൈ എ ലോക്കൽ റൂളർ. ഒരു സാധാരണ രാജാവ്, ഒരു ഇന്ത്യക്കാരനായ രാജാവ് ഒരു യൂറോപ്യൻ പവറിനെ തകർക്കുന്ന ആദ്യത്തെ യുദ്ധം എന്ന് പറയുന്നത് തന്നെയാണ് കൊളച്ചിൽ യുദ്ധം. കൊളച്ചിൽ യുദ്ധം. ഈ ഒരു യുദ്ധത്തില് ഡച്ചുകാരെയാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ഇന്ത്യൻ റൂളർ പരാജയപ്പെടുത്തുന്നത്. അങ്ങനെ പരാജയപ്പെടുത്തിയിട്ട് മാർത്താണ്ഡവർമ്മ തടവിലാക്കുന്ന ഒരു ഡച്ച് കപ്പിത്താൻ ഉണ്ടല്ലോ, എന്താ അദ്ദേഹത്തിന്റെ പേര്? ഡിലനോയി. എക്സാക്ട്, ഡിലനോയാണ് അദ്ദേഹം തടവിലാക്കുന്നത്. ഈ ഡിലനോയെ പിന്നീട് മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന് നേവിയെ ട്രെയിൻ ചെയ്യുക ഏൽപ്പിക്കുന്നുണ്ട്. ബിക്കോസ് ഹി വാസ് എ വെരി ഏബിൾ കമാൻഡർ. ഡിലനോയ് എന്ന് വെച്ചാൽ അടിപൊളി കപ്പിത്താനായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിനെ മാർത്താണ്ഡവർമ്മ പട്ടാളത്തിനെ ട്രെയിൻ ചെയ്യുകയായിരുന്നു, നേവിയെ. ആ സമയത്ത് ഡിലനോയെ വിളിച്ചിരുന്ന പേരെന്താ? യെസ്, വലിയ കപ്പിത്താൻ. തിരുവിതാംകൂർ ചരിത്രത്തിൽ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് ഡച്ച് കപ്പിത്താനായ ഡിലനോയ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ട്രാവൻകൂർ ഡൈനാസ്റ്റിയെ പറ്റി പഠിക്കുമ്പോൾ മാർത്താണ്ഡവർമ്മയെ ഫസ്റ്റ് പഠിക്കുക. കാര്യം അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ കാർത്തിക തിരുനാൾ, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ, ഗൗരി പാർവതി ഭായ്, സ്വാതി തിരുനാൾ ഒക്കെ ഒന്ന് പഠിച്ചു പോവാം കേട്ടോ. ഓക്കെ, യെസ്. നമുക്കിനി അടുത്തൊരു ചോദ്യം നോക്കാം. ചട്ടമ്പി സ്വാമികളെ പറ്റി ഉള്ള തെറ്റായ പ്രസ്താവന, ഇൻആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ്സ്. നിങ്ങളൊരു സത്യം തിരിച്ചറിയണേ. നമുക്ക് UPSC-യിലാണെങ്കിൽ, സിവിൽ സർവീസ് പ്രിലിംസിലാണെങ്കിൽ കുറച്ചുകൂടെ മനസാക്ഷിയുണ്ട് ചോദ്യം ഇടുന്ന ആൾക്കാർക്ക്. അവര് റൈറ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ്, ആക്യുറേറ്റ്, ഇൻആക്യുറേറ്റ് പോലുള്ള കീവേഡുകൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിപ്പെടും. പക്ഷെ PSC-യിൽ അവർ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാറില്ല. അതുകൊണ്ട് ചോദ്യം നിങ്ങൾ 2 പ്രാവശ്യം എങ്കിലും വായിക്കണം. സ്പീഡിനെ വായിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ ഇൻആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് ഉത്തരം എന്ത് വരും? ഒന്നാമത്തെ പ്രസ്താവന എന്താ? ഹി വാസ് ബോൺ ഓൺ 25th August 1853. കണ്ണമ്മൂല, തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിച്ചെന്ന് പറയുന്നത്. വളരെ പോപ്പുലർ ആയിട്ടുള്ള PSC ക്വസ്റ്റ്യൻ. അത് ശരിയാണ്. ബിയോ, അദ്വൈത ചിന്താ പദ്ധതി ഹി എക്സ്പ്രസ്ഡ് ഹിസ് പ്രൊഫൗണ്ട് ഫെയ്ത്ത് ഇൻ നോൺ വയലൻസ് ആൻഡ് ക്രിട്ടിസൈസ്ഡ് ആനിമൽ സാക്രിഫൈസ്. അദ്വൈത ചിന്താ പദ്ധതിയിൽ ഞാൻ നിങ്ങളുടെ തോട്ട് പ്രോസസ്സാണ് പറയുന്നത്. അത് ചിലപ്പോൾ സാധ്യതയുള്ള ഒന്നാന്നിരിക്കട്ടെ. സി എന്താ പറയുന്നത്? വേദാധികാര നിരൂപണത്തില് അദ്ദേഹം ബ്രാഹ്മണിക്കൽ ഹെജുമണി, ബ്രാഹ്മണിക്കൽ അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരാണ് വേദത്തിന്റെ അധികാരി എന്നുള്ള തെറ്റിദ്ധാരണയെ മാറ്റി എന്നാ പറയുന്നത്. അതും ശരിയാണ്. ഡിയോ, ദ പൊസിഷൻ ഓഫ് ദ നായർ വാസ് ഇൻഫീരിയർ ടു ബ്രാഹ്മിൻസ് ഇൻ ദ കാസ്റ്റ് ഹൈറാർക്കി ഓഫ് കേരള. ഇറ്റ് വാസ് സ്വാമികൾ ഹു റൈസ്ഡ് ദ വോയിസ് ഓഫ് ദ റിഫോംസ് വിത്ത് നായർ കമ്മ്യൂണിറ്റി. യെസ്, അപ്പൊ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പൊതുവെ പറഞ്ഞൊരു കാര്യം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പക്ഷേ ഈ കൂട്ടത്തില് തെറ്റാവാൻ സാധ്യതയുള്ള പ്രസ്താവന ഏതാ? ബി ആണ്. ബി. അദ്വൈത ചിന്താ പദ്ധതി ലോജിക്കലി ആലോചിക്കുമ്പോൾ അദ്വൈത ചിന്താ പദ്ധതിക്കകത്ത് അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള സാധ്യത ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞ ഏത് പുസ്തകത്തിലാണ്? നോൺ വയലൻസിനെ പറ്റിയും ആനിമൽ സാക്രിഫൈസസ് നടത്തരുതെന്നൊക്കെ ഉള്ള കാര്യം അദ്ദേഹം പറഞ്ഞ ഏത് പുസ്തകത്തിനകത്താണ്?
അദ്വൈത ചിന്താ പദ്ധതിയിലാണോ? അല്ല. അദ്വൈത ചിന്താ പദ്ധതിയിൽ പറയുന്നത് എന്താ പറയാ, ശങ്കരാചാര്യരൊക്കെ പറഞ്ഞതുപോലെ ആത്മനും ബ്രഹ്മനും രണ്ടും രണ്ടല്ല ഒന്നാണെന്നുള്ള ഫിലോസഫിയാണ് അദ്വൈത ചിന്താ പദ്ധതിയിൽ പറയുന്നത്, അല്ലെ? അപ്പോ നിങ്ങൾക്കുള്ള ഹോംവർക്ക് അതാണ്, നോൺ വയലൻസ് ആൻഡ് ആനിമൽ സാക്രിഫൈസ്. ഇത് ഈ PDF കൃത്യമായിട്ട് നമ്മൾ അതിന് സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. PDF വായിക്കുക, എന്നിട്ട് ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക. യൂട്യൂബ് വീഡിയോസ് കാണുന്ന ആൾക്ക് കൃത്യമായി കമന്റ് ചെയ്യുക. നോൺ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുകയും ആനിമൽ സാക്രിഫൈസ് അല്ലെങ്കിൽ പാവപ്പെട്ട മൃഗങ്ങളെ കൊല്ലുന്നവരോട് ഇപ്പം കുരുതിയൊക്കെ അബോളിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനെ എതിർത്ത ചട്ടമ്പി സ്വാമികളുടെ പുസ്തകം ഏതാണെന്നുള്ള കാര്യം കമന്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, റൈറ്റ്. അപ്പൊ വൈകുണ്ഠ സ്വാമികളെ പറ്റി ഒന്ന് വായിച്ചിട്ട് പോണേ. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഹിസ്റ്ററിയിലെ മറ്റൊരു ചോദ്യമാണ്, യുണൈറ്റഡ് കേരള മൂവ്മെന്റ് എന്നൊരു ഏരിയ എന്നുള്ള ചോദ്യം നമുക്ക് നെക്സ്റ്റ് നോക്കാം. യുണൈറ്റഡ് കേരള മൂവ്മെന്റ്. യുണൈറ്റഡ് കേരള മൂവ്മെന്റ് എന്ന് വെച്ചാൽ ഐക്യ കേരള പ്രസ്ഥാനം. ഐക്യ കേരള പ്രസ്ഥാനം. ഇപ്പൊ ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ആരെയൊക്കെ ഐക്യപ്പെടുത്താനാ അത് മുന്നോട്ട് വന്നത്? ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ആരെയാണ് അവിടെ ഐക്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്? മലബാർ, കൊച്ചി, ട്രാവൻകൂർ. കാരണം കേരളത്തിനെ 3 പൊളിറ്റിക്കൽ ഡിവിഷനായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. കേരളത്തിന്റെ മാപ്പ് ഇതാണെങ്കിൽ, യെസ്, നോർത്തിലെ മലബാർ ഉണ്ട്, മിഡിലില് കൊച്ചി ഉണ്ട്, സൗത്തിലെ ട്രാവൻകൂർ ഉണ്ട്, അല്ലെ? ഈ 3 പൊളിറ്റിക്കൽ എൻറ്റിറ്റിയും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ഒറ്റ പൊളിറ്റിക്കൽ യൂണിയൻ ആക്കാനുള്ള ശ്രമമാണ് യുണൈറ്റഡ് കേരള, യുണൈറ്റ് ചെയ്യിപ്പിക്കുക, കേരളത്തിനെ യുണൈറ്റ് ചെയ്യിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എക്സാക്ട്ലി ഇത്ര ഏരിയയിലെ മലയാളം സംസാരിക്കുന്ന ആൾക്കാരെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാണ്. ഐക്യ കേരള മൂവ്മെന്റ് വാസ് എയിംഡ് അറ്റ് ഇന്റഗ്രേഷൻ ഓഫ് മലബാർ, കൊച്ചി ആൻഡ് തിരുവിതാംകൂർ ഇൻ ടു വൺ ടെറിട്ടറി. സത്യമാണ്. കാര്യം എന്തുകൊണ്ടാണ്? എല്ലായിടത്തും ഒരേ കൾച്ചർ, ഒരേ ട്രഡീഷൻ, ആൾക്കാർ, ഭാഷ എപ്പോഴും യൂണിഫൈങ് ഫാക്ടറാണ്. ഒരേ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒറ്റ പൊളിറ്റിക്കൽ യൂണിയൻ ആയിട്ട് നിൽക്കാനായിരിക്കും താല്പര്യം വരിക. കാര്യം ഡെവലപ്മെന്റ് കൂടും, കൾച്ചറൽ ഇന്റഗ്രേഷൻ കൂടും, സമാധാനം, സർവോപരി ആൾക്കാർക്കിടയിൽ സമാധാനം, ഐക്യവും കാണും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആക്യുറേറ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, മലബാർ വാസ് അണ്ടർ ദ ഡയറക്ട് റൂൾ ഓഫ് ബ്രിട്ടീഷ് വൈൽ കൊച്ചി ആൻഡ് തിരുവിതാംകൂർ റിമെയിൻസ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വെയർ യുണൈറ്റഡ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. കാര്യം നമ്മൾ കാണുന്ന പഴശ്ശിരാജയുടെ പതനത്തിന് ശേഷം മലബാർ ബ്രിട്ടീഷുകാരുടെ ഡയറക്ട് റൂൾഡാണ്. മലബാർ രാജാവിനെ പറ്റി പിന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. കൊച്ചിയും ട്രാവൻകൂറും രാജാക്കന്മാരുള്ള സ്ഥലമാണ്. രാജാക്കന്മാരെ കൺട്രോൾ ചെയ്യുന്ന ബ്രിട്ടീഷുകാരെ സമ്മതിക്കുന്നു. പക്ഷെ സ്റ്റിൽ അവിടെ പേരിനാണെങ്കിൽ ഇപ്പോൾ രാജാക്കന്മാരുണ്ട്. സബ്സിഡറി അലയൻസ് വഴി റെസിഡന്റുമാരെ ഉപയോഗിച്ചിട്ടാണ് ആ സ്ഥലം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മലബാർ വാസ് അണ്ടർ ദ ഡയറക്ട് കൺട്രോൾ ഓഫ് ബ്രിട്ടൻ. മലബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഡയറക്ട് കൺട്രോൾ ആണ്. മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. കാര്യം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സും ഉണ്ട്, പ്രസിഡൻസീസും ഉണ്ട്. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാക്കന്മാര് ബ്രിട്ടീഷുകാരുടെ അനുവാദത്തോടെ ഭരിക്കുന്ന സ്ഥലമാണ്. പ്രസിഡൻസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഡയറക്ട്ലി ഭരിക്കുന്ന സ്ഥലം. മദ്രാസ് പ്രസിഡൻസി, ബോംബെ പ്രസിഡൻസി എന്നൊക്കെ പറയാറുണ്ട്. അവിടെ ബ്രിട്ടീഷുകാരെ നേരിട്ടായിരിക്കും ഭരിക്കുക, അല്ലെ? അവിടെ ഗവർണറൊക്കെ കാണും, ഗവർണറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് യുണൈറ്റഡ് കേരള മൂവ്മെന്റ് കാര്യത്തിൽ നമുക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. റൈറ്റ്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നിങ്ങളൊന്ന് റിവിഷൻ നടത്തും. നമുക്ക് റിവിഷൻ ക്ലാസ്സിൽ, കേരള ഹിസ്റ്ററിയുടെ റിവിഷൻ ക്ലാസ്സിൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡേറ്റ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സമയത്തിന്റെ പരിമിതി ഇപ്പോൾ ഉള്ളൂ നമ്മൾ ഇങ്ങനെ പോകുന്നത്. യെസ്, അടുത്ത ഒരു പുതിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? പുതിയ ഒരു മാച്ചിങ് മോഡൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം എന്താണ്? മാച്ച് ദ ഫോളോയിങ്. സാധാരണ നമ്മൾ മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ A കാണും, P കാണും. ഇവിടെയുള്ള കാര്യങ്ങളുടെ മാച്ച് ചെയ്താൽ മതി. അത്ര തന്നെ ഉള്ളൂ ഇതും. പക്ഷേ ചോദ്യത്തിന്റെ സ്ട്രക്ചർ മാറ്റിയെന്നേ ഉള്ളൂ. ഇവിടെ 1, 2, 3, ഇവിടെ ABC. ചോദ്യം എന്താ? TK മാധവൻ. നമുക്കൊരു ഓപ്ഷൻസ് നോക്കാം. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ഓപ്ഷൻസ് നിന്ന് ചോദ്യത്തിലേക്ക് പോകണം, അല്ല? ഓപ്ഷൻസ് നിന്ന് ചോദ്യത്തിലേക്ക് പോകണം. ഓപ്ഷൻ A നോക്കിയേ. TK മാധവൻ അദ്ദേഹമാണോ ഗുരുവായൂർ സത്യാഗ്രഹം ഇനിഷ്യേറ്റ് ചെയ്തത്? അതോ K കേളപ്പനാണോ ഗുരുവായൂർ സത്യാഗ്രഹം ഇനിഷ്യേറ്റ് ചെയ്തത്? ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞേ. യെസ്, കേളപ്പൻ.
വെരി ഗുഡ്. യെസ്, ഗുഡ് ഗുഡ്. അപ്പൊ അത്രയുള്ളതിന് ആൻസർ. ഇവിടെ ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് ആള്. കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തത്. കെ പി കേശവമേനോൻ, അത് പിന്നെ എല്ലാത്തിലും 3C ഉള്ളതിന് കൺഫ്യൂഷൻ ഇല്ല. കെ പി കേശവമേനോൻ ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ആളാണ് അല്ലെ? എക്സാക്ട്ലി. അപ്പോ ഓപ്ഷൻസിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യത്തിലേക്ക് പോവുകയും ഉത്തരം കണ്ടെത്തുകയും ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ക്ലിയർ ആയല്ലോ. അപ്പൊ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏത് ഓപ്ഷന്റെ സ്ട്രക്ചർ വന്നാലും, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത എത്ര എന്താ പറയാ വൃത്തികെട്ട ഓപ്ഷന്റെ സ്ട്രക്ചർ വന്നാൽ പോലും യു ക്യാൻ യൂസ് ദിസ് ടെക്നിക്. ഓപ്ഷൻസിൽ നിന്നും ചോദ്യം റീക്രിയേറ്റ് ചെയ്യണം. അപ്പം കുറച്ച് മിസ്മാച്ച് വരും, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം. ഒൺലി തിങ് ഈസ് ദാറ്റ് സമയം എടുക്കും. അത്തരം ഓപ്ഷൻസ് നമുക്ക് നല്ല സമയം എടുക്കും. പക്ഷേ ഈ ടെസ്റ്റ് സീരീസിനകത്ത് നമ്മൾ അത്തരം ഓപ്ഷൻസ് ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് പരിശീലിച്ച് നോക്കിയാൽ മതി. ഈ ഒരു PDF നകത്തുള്ള ഇത്തരം വെറൈറ്റി ഓപ്ഷൻസ് ഒന്ന് പരിശീലിച്ച് നോക്കി കഴിഞ്ഞാൽ ഒറിജിനൽ എക്സാമിന് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ. അടുത്തത് നല്ലൊരു ബ്യൂട്ടിഫുൾ ക്വസ്റ്റൻ ആണ്. ബ്യൂട്ടിഫുൾ ക്വസ്റ്റൻ. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് ഇപ്പൊ അടുത്ത കാലത്ത് ഏറ്റവും അധികം ചലഞ്ചിങ് ചോദ്യങ്ങൾ ചൈനീസ് റവല്യൂഷനിൽ നിന്നാണ്. അതിന്റെ ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് റഷ്യൻ റവല്യൂഷൻ പരിചയപ്പെട്ടിട്ട് അങ്ങോട്ടേക്ക് പോകാം അല്ലെ? റഷ്യൻ റവല്യൂഷൻ പരിചയപ്പെടാം. അതായത് റഷ്യൻ റവല്യൂഷന്റെ വർഷം നമുക്കറിയാം. 1917 റഷ്യയിൽ സാസ് ചക്രവർത്തിക്കെതിരായിട്ട് ബോൾഷെവിക്സിന്റെ നേതൃത്വത്തിൽ വലിയ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. പക്ഷേ 1905 ചെറിയൊരു വിപ്ലവം നടക്കുന്നുണ്ട്. അത് നമ്മൾ ബ്ലഡി സൺ, ഗപ്പൻ പാതിരി നയിച്ച വിപ്ലവം ഒക്കെ ആയിട്ടാണ് ഇത് പറയപ്പെടുന്നത്. അതിനെ പറ്റി നമുക്ക് പഠിക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഈ വിപ്ലവം 1905 നടന്ന ഈ വിപ്ലവത്തിനെ 1917 വിപ്ലവത്തിന്റെ ഡ്രസ് റിഹേഴ്സൽ ആണെന്ന് പറയപ്പെടുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ഡ്രസ് റിഹേഴ്സൽ എന്ന് വെച്ചാൽ എന്താ? ഒരു നാടകം സ്റ്റേജിൽ കളിക്കുന്നതിന് മുമ്പ്, അതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാവരും കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് തലേ ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പോ അല്ലോ ഒരു റിയൽ റിഹേഴ്സൽ എടുക്കും, കോസ്റ്റ്യൂംസ് എല്ലാം ഇട്ടുകൊണ്ട്. അത് തന്നെ ആയിരിക്കും ഒറിജിനൽ ആയിട്ട് സംഭവിക്കാൻ പോകുന്നത് അല്ലെ? ട്രെയിലർ എന്ന് പറയും. ട്രെയിലറും അല്ല, റിഹേഴ്സൽ ആണ്, ഡ്രസ് റിഹേഴ്സൽ ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. കാര്യം 1905 ഈ വിപ്ലവത്തിന് കാരണമായ ഘടകങ്ങൾ തന്നെയാണ് 1917 മഹത്തായ വിപ്ലവത്തിലേക്ക് നയിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ, Russia's humiliated defeat at the hand of Japanese war is the main reason for this. അല്ലെ? അതായത് ജപ്പാനുമായ യുദ്ധത്തിൽ 1905 റഷ്യ 8 നില പൊട്ടി. അപ്പൊ അത് കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് ദേഷ്യം വന്നു. അങ്ങനെയാണ് ഈ വിപ്ലവം ആരംഭിക്കുന്നതെന്നാണ് പറഞ്ഞത്. ശരിയാണോ? 1905 വിപ്ലവത്തിന്റെ ഒരു റീസൺ ഇത് തന്നെയാണ്. പിന്നെ പട്ടിണിയുണ്ട്, പരിവട്ടമുണ്ട്, ജോബ്ലെസ്നെസ് ഉണ്ട്, സാസ് ചക്രവർത്തിയുടെ ദുർഭരണമുണ്ട്. അതൊക്കെ മറ്റ് റീസൺസ് ആണ്. പ്രധാനപ്പെട്ട റീസൺ ഇതാണ്. ഇനി ഞാൻ ഇതിന്റെ ഒരു പശ്ചാത്തലം പറയാം. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഈ 1905 നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ അത് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ലിങ്ക് ചെയ്ത് പഠിക്കണം. വേൾഡ് ഹിസ്റ്ററി മാത്രമായിട്ട് പഠിക്കാൻ ഇരിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് ഒരു കീറാമുട്ടിയായിട്ട് തോന്നുന്നത്. ഉദാഹരണത്തിന് 1905 ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു? എന്താണ് പോളണ്ടിൽ സംഭവിച്ചത്, അല്ല ഇന്ത്യയിൽ സംഭവിച്ചത് 1905? സ്വദേശി മൂവ്മെന്റ് അല്ലെ? പാർട്ടീഷൻ ഓഫ് ബംഗാൾ, സ്വദേശി മൂവ്മെന്റ് എല്ലാം നടക്കുന്നു. യെസ്, അതും ഇതും ഒരു ബിഗ് പിക്ചർ ആണ്. നമ്മൾ ബിഗ് പിക്ചറിലേക്ക് പഠിക്കണം. അതായത് നമുക്ക് ആദ്യമേ ലോകത്തിന്റെ കഥ പറഞ്ഞിട്ട് ഇന്ത്യയുടെ കഥയിലേക്ക് വരാം. വേൾഡ് ഹിസ്റ്ററിയിൽ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നും ഇന്നും ലോകത്തിലെ ഏറ്റവും എന്താ പറയാ ശക്തമായ, ഏറ്റവും വലിയ രാജ്യങ്ങൾ ഒന്നാണ് റഷ്യ. ഈ റഷ്യയാണ് സാസ് ചക്രവർത്തി എന്ന് പറഞ്ഞ ഒരു മണ്ടനായ ഭരണാധികാരിയെ ഭരിച്ച് മുടിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ സമയത്ത് റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടക്കുന്നത്. ഇപ്പം ജപ്പാൻ ഇമ്പീരിയലിസ്റ്റ് ജപ്പാനായി മാറിക്കൊണ്ടിരിക്കുക. അതായത് ഒരു PSC ചോദ്യം, ഏഷ്യയിലെ ഒരേ ഒരു സാമ്രാജ്യത്യ ശക്തി ഏതായിരുന്നു ആ കാലഘട്ടത്തിൽ? ജപ്പാനായിരുന്നു. ജപ്പാൻ എല്ലാ രാജ്യങ്ങളെയും പോയി ആക്രമിച്ച്, ജപ്പാൻ ഇത്രയുള്ള ചെറിയ രാജ്യമാണ് അല്ലെ? വളരെ ചെറിയൊരു രാജ്യമാണ്. പക്ഷെ അവരുടെ അഹങ്കാരം കണ്ടെങ്കിൽ അത് ഭീകരമാണ്. ബട്ട് ദേ വർ റിയലി ബ്രില്യൻറ്റ്. ജപ്പാൻ ഇന്ത്യയെ വന്ന് ആക്രമിക്കുന്നു, എല്ലാ രാജ്യങ്ങളും ആക്രമിക്കുന്നു, രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നു, ചൈനയെ പൂർവ്വം ആക്രമിച്ച് ചൈനയെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ജപ്പാൻ അന്നൊരു ഇമ്പീരിയലിസ്റ്റിക് എന്താ പറയാ ഒരു മാഡ് ജേർണിയിലാണ്, രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്ന ജേർണിയിലാണ്. ആ സമയത്താണ് ജപ്പാൻ, നിങ്ങൾ ഈസ്റ്റ് ഏഷ്യയുടെ മാപ്പ് നോക്കി അറിയാം, റഷ്യയുടെ തൊട്ട് താഴെ ജപ്പാൻ കിടപ്പുണ്ട്. ജപ്പാൻ റഷ്യയുടെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കുകയും റഷ്യ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആനയും
എലിയും യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എലി ആനയെ തോൽപ്പിക്കുന്ന തുല്യമായിരുന്നു അത്. ജപ്പാൻ പോലെ ചെറിയൊരു ഐലൻഡ് നേഷൻ റഷ്യ പോലെ ഒരു ട്രാൻസ് കോണ്ടിനെന്റൽ കൺട്രി, അതായത് രണ്ട് ഭൂഖണ്ഡങ്ങൾ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന മഹത്തായ സാമ്രാജ്യമാണ് റഷ്യൻ സാമ്രാജ്യം. റോമൻ ഓഫ് ഡൈനാസ്റ്റി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ക്രിയേറ്റ് ചെയ്തൊരു എംപയർ ആയിരുന്നു അത്. പക്ഷെ തോറ്റുപോയി. എന്തുകൊണ്ടാണ് തോറ്റുപോയത്? ചെയിൻ ഈസ് ഓൺലി സ്ട്രോങ് ആസ് ഇറ്റ്സ് വീക്കസ്റ്റ് ലിങ്ക്, അല്ലെ? ഒരു എത്ര ബലിഷ്ഠമായ ചങ്ങലയാണെങ്കിലും അതിനകത്ത് ഏറ്റവും ബലഹീനമായ കണ്ണി ഉണ്ടല്ലോ, അത്രയും ബല ചങ്ങലയും കാണത്തുള്ളൂ. റഷ്യ ഈസ് പവർഫുൾ, നോ ഡൗട്ട്. പക്ഷെ റഷ്യയിലെ രാജാവായ സാസ് ചക്രവർത്തി ഒരു മണ്ടനായിരുന്നു. അതുകൊണ്ടാണ് റഷ്യ ജപ്പാൻ പോലെ ചെറിയൊരു രാജ്യത്തിന് മുമ്പിൽ തോക്കുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്കും റഷ്യയിലെ ജനങ്ങളുടെ ഈഗോ ഹത്തായി. റഷ്യ ഭയങ്കര ഹെറിറ്റേജ് ഉള്ള ഒരു രാജ്യമാണ്. അപ്പൊ അവരുടെ കൾച്ചറും ട്രഡീഷനും ഒക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുകയാണ് ജപ്പാൻ പോലെ രാജ്യത്തിന് മുമ്പിൽ. അങ്ങനെയാണ് ജനങ്ങൾക്ക് മനസ്സിലായത്, ഇനി ഈ മണ്ടനെ വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല, ഇയാളെ ചവിട്ടി പുറത്താക്കണം, അല്ലെങ്കിൽ നാളെ ജപ്പാൻകാർ നമ്മുടെ നെഞ്ചത്ത് കയറും. ബിക്കോസ് ജാപ്പനീസ് ആർമി വാസ് എക്സ്ട്രീംലി ബ്രൂട്ടൽ. ഈ റേപ്പ് ഓഫ് നൻകിങ് എന്നൊക്കെ പറഞ്ഞ എപ്പിസോഡ്സ് ഉണ്ട്. ചൈനയില് ജാപ്പനീസ് ആർമി കാട്ടിക്കൂട്ടിയ നെറുകേടിന്റെ ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ ഇത്രയും മോശപ്പെട്ട ഒരു രാജ്യമാണെന്ന് ചിന്തിച്ചു. ദേ വർ റിയലി ക്രൂവൽ, റിയലി. ഇപ്പം ജപ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ തല ഇങ്ങനെ ബോ ചെയ്യും, ഭയങ്കര വിനയകുനിയന്മാരാണ്. പക്ഷെ ജപ്പാൻ അറ്റ് ദാറ്റ് ടൈം വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്രൂട്ടൽ പീപ്പിൾ എവർ വാക്ക്ഡ് ഓൺ ദിസ് പ്ലാനറ്റ്. ഭയങ്കര നെറുകെട്ട ക്രൂരന്മാരായിരുന്നു ജപ്പാൻകാർ. റഷ്യക്കാരെ പേടിച്ചുപോയി. ഈ ജപ്പാൻകാർ നാളെ മോസ്കോയിൽ വന്ന് എന്ത് ചെയ്യും? എല്ലാവരും തല വെട്ടിയിടും. ഗെയിം ഓഫ് ത്രോൺസ് കാണുന്നത് എല്ലാത്തിനും തല വെട്ടിയിടും. അങ്ങനെയാണ് റഷ്യൻ ജനത തീരുമാനം എടുക്കുന്നത്, ഈ രാജാവിനെ പുറത്താക്കണം. ഗപ്പൻ പാതയിൽ ചർച്ചിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊതുവെ എല്ലാ രാജ്യങ്ങളിലും ചർച്ചും ക്രൗണും, അതായത് രാജാവും പള്ളിക്കാരും ഭയങ്കര കോപ്പറേഷൻ ആയിരിക്കും. കാര്യം രാജാവിനെ പിടിച്ചു നിർത്തുന്നത് ആ ഒരു ഡിവൈൻ തിയറിയാണ്. രാജാവ് എന്തോ വലിയ സംഭവമാണ്, ദൈവത്തിന്റെ ദൂതനാന്നൊക്കെ പറഞ്ഞിട്ട് പള്ളിക്കാര്, ഇന്ത്യയിലെ കേന്ദ്രത്തിന് അമ്പലം അല്ലെ, ഇപ്പം ക്ഷത്രിയാസെ പിടിച്ചത് എങ്ങനെ ടെമ്പിൾ അല്ലെങ്കിൽ പ്രീസ്റ്റ്ലി ക്ലാസിന് സപ്പോർട്ട് ഉണ്ടായി. ലോകത്ത് എല്ലായിടത്തും അങ്ങനെയാണ്. രാജാക്കന്മാർ നിലനിൽക്കുന്നത് പൗരോഹിത്യ വർഗത്തിന് സപ്പോർട്ട് ഉണ്ടാകും. പക്ഷെ അവസാനം ഗതികെട്ട് റഷ്യയിലെ തന്നെ പുരോഹിതന്മാർ, ഗപ്പൻ പാതിരി എന്നൊക്കെ പറയുന്ന ഒരു പള്ളിയിൽ അച്ഛൻ തന്നെ നേതൃത്വത്തില് റഷ്യൻ സാസ് ചക്രവർത്തിക്ക് എതിരായിട്ട് പ്രൊട്ടസ്റ്റ് നടത്തുക. മോസ്കോയിലേക്ക് അവർ വെച്ച് പിടിച്ചു. പക്ഷേ പള്ളിക്കാരാണോ പട്ടക്കാരാണോ എന്ന് ചക്രവർത്തിക്ക് നോട്ടം ഉണ്ടായിരുന്നില്ല. പട്ടാളത്തെ വിട്ട് എല്ലാത്തിനും വെടിവെച്ച് കൊന്നു. ഇത് വലിയൊരു എന്താ പറയാ ഒരു 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 കോളിളക്കമാണ് റഷ്യയിൽ സൃഷ്ടിച്ചത്. ഒന്നാമത്തെ കാര്യം, മതവികാരം ഇടപെടും. പിന്നെ രാജാവ് നിൽക്കുന്നത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. ഒരു പള്ളിയിൽ അച്ഛനെ രാജാവ് കൊല്ലും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആൾക്കാർ നിർദാക്ഷിണ്യപരമായിട്ട് രാജാവ് കൊല്ലും. ഈ ഒരു ഇൻസിഡന്റോട് കൂടിയാണ് സാസ് ചക്രവർത്തി വെറുക്കപ്പെട്ടവനാണ് മാറുന്നത്. ഇപ്പോ ഇന്ത്യയില് ഭഗത് സിംഗിനെ കൊന്നപ്പോൾ ജനവികാരം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പെട്ടെന്നാണ് അങ്ങ് ട്വിസ്റ്റ് ചെയ്യുന്നത്, അല്ലെ? അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് നടത്തിയപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ജാലിയൻ വാലാബാഗ് നടത്തിയതിനു ശേഷമാണ് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ പോലും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് തിരിയുന്നത്. സെയിം എഫക്റ്റ് ആയിരുന്നു റഷ്യയില് സാസ് ചക്രവർത്തിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ പോലും ഈ ഒരു ഇവന്റിന് ശേഷം ചക്രവർത്തിക്ക് എതിരായിട്ട് തിരിയാണ്. ചക്രവർത്തിക്ക് പണി പാളി എന്ന് മനസ്സിലായി. പിന്നെ ചക്രവർത്തി ഒക്ടോബർ മാനിഫെസ്റ്റോ എന്നൊരു ഡോക്യുമെന്റ് ഉണ്ട്. ഒക്ടോബർ മാനിഫെസ്റ്റോ നമുക്ക് ചോദ്യം ഉറപ്പായും വരും, ഞാൻ നോട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഒക്ടോബർ മാനിഫെസ്റ്റോ പുറത്തിറക്കുന്നു. അതിന് അണ്ടറിൽ കുറെ ആൾക്കാർക്ക് വോട്ടവകാശം കൊടുക്കുന്നു, പൗരാവകാശങ്ങൾ കൊടുക്കുന്നു. വരെ രാജാവ് കയ്യിൽ നിന്ന് പോയെന്ന് രാജാവിന് മനസ്സിലായി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജനങ്ങള് എന്താ പറയാ രാജാവിനെ എടുത്തിടിക്കുന്നുള്ള രാജാവിന് മനസ്സിലായപ്പോഴത്തേ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കുറെ കൺസെഷൻസ്, ലിബറൽ കൺസെഷൻസ് കൊടുക്കുന്നുണ്ട് ഒക്ടോബർ മാനിഫെസ്റ്റോയുടെ അണ്ടറിൽ. അങ്ങനെ തൽക്കാലത്തേക്ക് രാജാവ് രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. പിന്നെ 1917 ആയപ്പോഴത്തേക്കും ജനങ്ങൾ സത്യം തിരിച്ചറിയുകയും രാജാവ് ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഒക്ടോബർ മാനിഫെസ്റ്റോയുടെ അണ്ടറിൽ അദ്ദേഹം കൊടുത്തിരുന്ന പല എന്താ പറയാ സിവിൽ റൈറ്റ്സുകളും രാജാവ് തിരിച്ചെടുക്കുവാണ്. ഉദാഹരണത്തിന് ഡ്യൂമ, ഇന്നും റഷ്യൻ പാർലമെന്റിനെ വിളിക്കുന്ന പേരാണ് ഡ്യൂമ. ഡ്യൂമയെ തകർക്കാൻ രാജാവ് ശ്രമിക്കുന്നു. അങ്ങനെ 1917 പിന്നെ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയാണ്. ഇതാണ് റഷ്യൻ റവല്യൂഷന്റെ ഒരു ക്രക്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ഹിസ്റ്ററി, സ്വദേശി മൂവ്മെന്റും ഈ യുദ്ധവും തമ്മിലുള്ള ബന്ധം എന്താണ്? അതാണ് നമ്മൾ കോണ്ടെക്സ്റ്റുവൽ ആയിട്ട് പഠിക്കണം, കുറച്ച് ആഴത്തിറങ്ങി പഠിക്കണം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ്സിന് ശക്തി പകർന്നത് ഈ ഒരു യുദ്ധമാണ്. കാര്യം ഇന്ത്യക്കാർക്ക് പണ്ട് തൊട്ടേ ഒരു പ്രശ്നമുണ്ടല്ലേ, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും എന്ന് പറയും. വെള്ളക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്തോ വലിയ സംഭവമാണ്, നമ്മളൊക്കെ അയ്യേ എന്തോ വളരെ മോശക്കാരാണെന്ന ചിന്തയാണ്. അത് ആര്യൻ സുപ്രീമസി, അതായത് വൈറ്റ് മാൻ സുപ്രീമസി തീരം ഉണ്ടല്ലേ, വെള്ളക്കാരനാണ് ഏറ്റവും സുപ്രീമായിട്ടുള്ള ദൈവത്തിന്റെ ക്രിയേഷൻ, ബാക്കിയുള്ള എല്ലാവരും തൊലി കറുത്തവരൊക്കെ അതിന് അണ്ടറിലാണ്, അതായത് നമ്മളെല്ലാവരും അതിന്റെ അണ്ടറിലാണെന്നാണ് വൈറ്റ് മാൻ സുപ്രീമസി തീരം പറയുന്നത്. അല്ലെങ്കിൽ മംഗോളിയൻസ്, ഡവീഡിയൻസ്, ബാക്കിയുള്ള എല്ലാ റേസുകളും വംശങ്ങളും
ആര്യൻ റേസിന് ഇൻഫീരിയർ ആണെന്നാണ് ആ തിയറി പറഞ്ഞു വെക്കുന്നത്. അപ്പോഴാണ് ഒരു ഏഷ്യൻ റേസ്, ജപ്പാൻകാർ, ജാപ്പനീസ്, അവർ മംഗോളിയൻ ഒറിജിൻ ആണ്, ജാപ്പനീസ് റേസ് പ്യുവർ ആര്യൻസ് ആയിട്ടുള്ള റഷ്യൻസിനെ തോൽപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, ഒരു റഷ്യക്കാരൻ, നല്ലൊരു ഒത്തൊരു റഷ്യക്കാരന്റെ പകുതി ബോഡി വെയിറ്റ് കാണത്തുള്ള ഒരു ആവറേജ് ജപ്പാൻകാരന്. കാര്യം ഹൈറ്റ് ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും റിലേറ്റീവ് കുറവായിരിക്കും. സ്റ്റിൽ അവര് റഷ്യ തോൽപ്പിച്ചു. അതായത് ഒരു ഏഷ്യൻ വംശം ഒരു യൂറോപ്യൻ വംശത്തെ തോൽപ്പിച്ചു. അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ആവേശമായി. കണ്ടോ ഒരു ഓറിയന്റലിസ്റ്റ് കൺട്രി, ഒരു ഏഷ്യൻ രാജ്യം ഒരു യൂറോപ്യൻ രാജ്യം തോൽപ്പിച്ചു. പിന്നെ നമുക്ക് എന്തുകൊണ്ട് തോൽപ്പിച്ചൂടാ? ഇതാണ് ബാലഗംഗാധർ തിലക് അടക്കമുള്ള എക്സ്ട്രീമിസ്റ്റ് നേതാക്കൾക്ക് ശക്തി പകർന്നത്. ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, അപ്പൊ റഷ്യക്കാരെ ജപ്പാൻകാർക്ക് തോൽപ്പിക്കാമെങ്കിൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാർക്കും തോൽപ്പിക്കാം. അങ്ങനെയാണ് വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ഒരു ഊർജം കിട്ടുന്നതും പിന്നെ എക്സ്ട്രീമിസം കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. അതായത് ജപ്പാൻ അന്ന് നമുക്ക് ഹീറോസ് ആയിരുന്നു. ജപ്പാൻ എന്ന് വെച്ചാൽ അന്ന് നമ്മുടെ ആരാധന കഥാപാത്രങ്ങൾ ജപ്പാൻ എന്ന് പറയുന്നത്. ബാറ്റിൽ ഓഫ് കൊഹിമയോട് കൂടി ഇത് മാറി. കാര്യം സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് നമുക്കറിയാം നോർത്ത് ഈസ്റ്റില് ജപ്പാൻകാരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അവിടെ കുറെ അട്രോസിറ്റീസ് നടത്തുന്നുണ്ട്. അപ്പം നമുക്ക് പിന്നീട് ജപ്പാൻകാരുടെ സ്വഭാവം നമ്മളും തിരിച്ചറിയുന്നുണ്ട്, അവർ അത്ര ശരിയല്ല തിരിച്ചറിയുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഹീറോയിറ്റിക് പരിവേഷം പിന്നെ ഉണ്ടായിട്ടില്ല. ഈ ഒരു സമയത്ത് അതാണ് ലോക ചരിത്രത്തിൽ നായകന്മാരില്ലെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ നായകന്മാരാൻ തോന്നുന്ന ആൾക്കാരൊക്കെ പിന്നെ വില്ലന്മാരാവും, പിന്നെ വില്ലന്മാരാൻ തോന്നുന്ന ആൾക്കാർ ഇപ്പൊ നായകന്മാരാവും. വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു പാരഡോക്സ്, പ്രഹേളിക എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അത് ഓർത്തിരിക്കാം. ഇപ്പൊ റഷ്യൻ റവല്യൂഷൻ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് പോവാട്ടോ. ഓക്കെ, റൈറ്റ്. അപ്പോ നമുക്ക് ഇനി നോക്കാനുള്ള അടുത്തൊരു ചോദ്യം, 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മെയ് 4th മൂവ്മെന്റ്, ചൈനയിലെ മെയ് 4th മൂവ്മെന്റിനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ് നമുക്കുള്ളത്. മെയ് 4th മൂവ്മെന്റ്. ഓക്കെ, ചോദ്യം എന്താണ്? മാവോ സേ തുങ് എന്ന് പറയുന്ന ഒരു സ്കൂൾ ടീച്ചറാണ്, ബീജിംഗ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചറാണ് ഈ ഒരു മൂവ്മെന്റിന് ശക്തി കൊടുത്തതെന്നാണ് പറയുന്നത്, അല്ലെ? സ്റ്റേറ്റ്മെന്റ് 2, ഈ ഒരു മൂവ്മെന്റ് ഒരു ദേശീയ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. സ്റ്റേറ്റ്മെന്റ് 3, വർക്കേഴ്സ്, മാനുഫാക്ചറേഴ്സ്, ഷോപ്പ് കീപ്പേഴ്സ് ആൻഡ് പ്രൊഫഷണൽസ് ജോയിൻ ദ കോസ്. ഇത് എല്ലാ ജനങ്ങളും ഈ ഒരു മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും നമ്മുടെ ഇന്ത്യയിലെ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റുകളെ പറ്റിയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഏത് റഷ്യൻ റവല്യൂഷനെ പറ്റിയാണെങ്കിലും, ഫ്രഞ്ച് റവല്യൂഷനെ പറ്റിയാണെങ്കിലും, അല്ലെങ്കിൽ ഈവൻ പോട്ടെ അമേരിക്കൻ റവല്യൂഷനെ പറ്റിയാണെങ്കിലും, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് തെറ്റാന്ന് പറയാൻ പറ്റും? നിങ്ങൾക്ക് അതിന്റെ ഒരു മാജിക് മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ യൂണിവേഴ്സ്, ലോകത്തിലെ എല്ലാ വിപ്ലവങ്ങളെ സംബന്ധിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അല്ലെ? അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തർക്കിക്കാം. ഈ സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും കോണ്ടെക്സ്റ്റ് തെറ്റാന്ന് പറയാൻ പറ്റുമോ? അമേരിക്കൻ റവല്യൂഷന്റെ കേസിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറയാൻ പറ്റും? അമേരിക്കൻ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നഗരങ്ങളിലേക്ക്, സിറ്റീസിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. അതിൽ വർക്കേഴ്സ്, മാനുഫാക്ചറേഴ്സ്, ഷോപ്പ് കീപ്പേഴ്സ്, പ്രൊഫഷണൽസ് എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിന് തെറ്റാവാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ ഒരു ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ സ്ക്രിപ്റ്റ് കണ്ടാൽ ഡിഫിക്കൽട്ട് തോന്നുന്ന സ്റ്റേറ്റ്മെന്റ്സ് പലതും ഈസിയാണ്, നമ്മൾ അതിന്റെ കോണ്ടെക്സ്റ്റ് മാത്രം പഠിച്ചാൽ മതി. അല്ലെങ്കിൽ പോട്ടെ, ഇന്ത്യയിലെ സ്വദേശി മൂവ്മെന്റ് എടുക്കാം. സ്വദേശി മൂവ്മെന്റിനെ സംബന്ധിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യയിലെ 1905 സ്വദേശി മൂവ്മെന്റിനെ സംബന്ധിച്ച് സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റൂ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്തായാലും ശരിയാ. 2 and 3 ആർ കറക്റ്റ് എന്ന് പറയുമ്പോൾ എ വരും അല്ലെങ്കിൽ സി വരും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. മെയ് 4th മൂവ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ മെയ് 4th മൂവ്മെന്റിന്റെ നായകനാണ് മാവോ സേ തുങ്. എന്താണ് മെയ് 4th മൂവ്മെന്റ്? വിശാലമായിട്ടുള്ള നോട്ട്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഞാൻ അതിന്റെ ഏകദേശം ഒരു ഓറിയന്റേഷൻ തരാം. ഒന്നാം ലോക മഹായുദ്ധം, ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് ചൈനയും ഈ പറഞ്ഞ അമേരിക്കയും ബ്രിട്ടനും എല്ലാം ഒറ്റ ടീമായിരുന്നു. യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് വേൾഡ് വാർ കൺക്ലൂഡ് ചെയ്ത ട്രീറ്റ് ചെയ്താ ഏതാണ്? ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന ട്രീറ്റ് ഏതാണ്? യെസ്, ട്രീറ്റി ഓഫ് വോഴ്സായ്. എന്ന് പറയും, അല്ലെ? ട്രീറ്റി ഓഫ് വോഴ്സായ്. ഒരു സിദ്ധാന്തമുണ്ട്, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വിത്തിട്ടത് ഒന്നാം ലോക മഹായുദ്ധം കൺക്ലൂഡ് ചെയ്ത ട്രീറ്റി ഓഫ് വോഴ്സായിലാന്ന് പറയും. ബിക്കോസ് അങ്ങേയറ്റം അൺജസ്റ്റ്, അൺഫെയർ, ഈ നെറികെട്ട ഒരു ട്രീറ്റി ആയിരുന്നു. ഇതിന് അണ്ടറില് ബ്രിട്ടൻ അല്ലെങ്കിൽ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾക്ക് മാത്രമാണ് ഗുണം കിട്ടിയത്. അവരുടെ കൂടെ നിന്ന് കട്ടയ്ക്ക് അടിച്ച ചൈനയ്ക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കോ ഒന്നും ഒരു ബെനിഫിറ്റ് ഉണ്ടായില്ല. സർവോപരി ഈ ട്രീറ്റിയുടെ അണ്ടറിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തോറ്റ രാജ്യങ്ങളുണ്ട്, ജർമ്മനി, ഇറ്റലി,
ഈ രാജ്യങ്ങളെയൊക്കെ പിച്ച് കീറി നശിപ്പിച്ച് ഭയങ്കര അപമാനിച്ചു കിട്ടും. അപ്പൊ ഇതിന്റെ വൈരാഗ്യം തീർക്കാനാണ് എല്ലാവരും എന്ത് ചെയ്തത്, സെക്കൻഡ് വേൾഡ് വാറിലേക്ക് ചെന്നെത്തുന്നത്. അതുകൊണ്ട് തന്നെ ചൈനീസ് റെവല്യൂഷനകത്ത് ഇതിന് റോളുണ്ട്. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഒപ്പിട്ട ട്രീറ്റി ഓഫ് വേഴ്സായി കണ്ടത് ചൈനയ്ക്ക് ഒന്നും കിട്ടിയില്ല. കിട്ടിയിരുന്നത് മാത്രമല്ല, ചൈനയുടെ പല സ്ഥലങ്ങളും ജപ്പാന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അത് കഷ്ടപ്പെട്ട് കൂടെ നിന്ന് വർക്ക് ചെയ്ത രാജ്യമാണ് ചൈന. യുദ്ധം കഴിയുമ്പോഴത്തേക്കും ചൈനയുടെ കാല് വാരിയും തുല്യമല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതിനെതിരായി ചൈനയെ സംഘടിപ്പിക്കുക, ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട റീസൺ എന്താ, ചൈനയിലെ രാജാവിന്റെ കഴിവില്ലായ്മ തന്നെയാണല്ലോ. രാജാവിനെതിരായിട്ട് സംഘടിപ്പിച്ച മൂവ്മെന്റ് ആണ് മെയ് 4th മൂവ്മെന്റ് എന്ന് പറയുന്നത്. മാവോസത്തും ഒരു ദേശീയ നേതാവായി വളർന്ന ഈ ഒരു മൂവ്മെന്റോട് കൂടിയാണ്. ഓക്കെ, മെയ് 4th മൂവ്മെന്റിന്റെ ഒരു ക്രക്സ് അത്രയാണ്. അപ്പൊ ഹിസ്റ്ററിയിലെ 10 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. നമുക്കിനി ജോഗ്രഫിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സി അഗൈൻ, നമ്മൾ ഈ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിനും റീസണിങ്ങിനും ഒക്കെ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ തരുന്നതാണ്. ഈ ഒരു ടെസ്റ്റ് ഡിസ്കഷനകത്ത് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വായിച്ച് നിങ്ങൾക്ക് പഠിക്കാന്നുണ്ട്. അതിന് സെപ്പറേറ്റ് ഡിസ്കഷൻ ആവശ്യം നമുക്കില്ല. ബിക്കോസ് റിവിഷൻ ക്ലാസ്സിൽ ഈ ചോദ്യങ്ങളും ഇതിനപ്പുറത്തെ ചോദ്യങ്ങളും ഒക്കെ നമ്മൾ കവർ ചെയ്ത് പോകും. അതുകൊണ്ട് വരെ ഇന്ന് നമ്മുടെ ഡിസ്കഷൻ കൺഫൈൻ ചെയ്യുന്നത് GK ചോദ്യങ്ങൾ മാത്രമായിരിക്കും. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിങ് നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകളായിരിക്കും കൂടുതലും കിട്ടുക. ഓക്കെ, മാത്രമല്ല വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. റൈറ്റ്, നമുക്കിനി ജോഗ്രഫിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ജോഗ്രഫി എല്ലാവരും ടയർഡ് ആയോ? ഒരു ബ്രേക്ക് വേണോ, അതോ ജോഗ്രഫിയിലേക്ക് പോകാമോ? പോകാം, ജോഗ്രഫിയിലേക്ക് പോകാം അല്ലെ. യെസ്, ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും കൂടെയാണ് കുറച്ച് കോൺസെപ്റ്റ് ഏരിയാസ് വരുന്നത്. മറ്റേ ഏരിയാസ് കുറച്ചുകൂടി ഈസിയാണ്. നമുക്ക് ജോഗ്രഫിയിലേക്ക് പോവാം. നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് വേണം ഇനി ആൻസർ പറയാം. കോമൺ സെൻസ് ഉപയോഗിച്ച് വേണം നിങ്ങൾ ആൻസർ പറയാം. ഇന്ന് നല്ല മഴയായിരുന്നല്ലോ, ഇന്ന് അതിഭീകരമായ മഴയായിരുന്നു, എല്ലാവർക്കും അറിയാം അല്ലെ. മൺസൂണിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ പറയാം, വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ മൺസൂൺ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യൻ മൺസൂണിനെ സംബന്ധിച്ച് ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് പരിശോധിച്ചേ. ഇതിനകത്ത് ഏതൊക്കെയാ, എത്ര സ്റ്റേറ്റ്മെന്റ്സ്, ഹൗ മെനി ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്ന ചോദ്യം. വൺ ഓൺലി, only one, only two, only all three, none of the above. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നല്ല, ഈ കൂടുതൽ ഏതോ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നാണ് ഫസ്റ്റ് ഇതിൽ പറയുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1 second. ഓക്കെ, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, കണ്ടോണ്ടിരിക്കട്ടെ. റൈറ്റ്, അപ്പോ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, എന്ന് പറയുന്നത് റെയിൻഫാൾ ഓവർ ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ കൺട്രി ഇൻ മിഡ് ജൂൺ ഈസ് കോസ്ഡ് ബൈ അറേബ്യൻ സീ ബ്രാഞ്ച് ഓഫ് മൺസൂൺ. അതായത് ഇതിപ്പോ ഇന്ത്യയുടെ മാപ്പ്, പെനിൻസുലർ ഇന്ത്യ എന്നിരിക്കട്ടെ, ഗുജറാത്ത് ഒക്കെ ഉണ്ട്. ഈ മൺസൂൺ ഇന്ത്യയിൽ ഹിറ്റ് ചെയ്യുമ്പോൾ 2 സീ ബ്രാഞ്ച് ആയിട്ട് തിരിയും. ഒന്ന് അറേബ്യൻ സീ ബ്രാഞ്ച് ആയും മറ്റൊന്ന് ബേ ഓഫ് ബംഗാൾ സീ ബ്രാഞ്ച് ആയും. നമുക്ക് എവിടുന്ന, ഏത് ബ്രാഞ്ചിൽ നിന്നാണ് നമുക്ക് മഴ കിട്ടുന്നത്? മൺസൂൺ, സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ സമയത്ത് കേരളത്തിന് മഴ കിട്ടുന്ന ഏത് ബ്രാഞ്ചിൽ നിന്നാണ്? അറേബ്യൻ സീ ബ്രാഞ്ച് അല്ലേ പിള്ളേരെ, നോക്കി. ഇപ്പൊ അറേബ്യൻ സീ ബ്രാഞ്ച് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. കാര്യം ഇത് കാര്യമായിട്ടുള്ള മഴ ഉണ്ടാക്കില്ല. ഇത് പിന്നീട് വന്ന് അറേബ്യൻ സീ ബ്രാഞ്ചുമായിട്ട് മെർജ് ചെയ്യുമ്പോഴാണ് മഴ കിട്ടുക. ഇവിടെ നമുക്ക് അത്തരത്തിൽ ഹൈറ്റുള്ള മൗണ്ടൻസ് കാര്യങ്ങൾ അത് അവിടെ പിന്നെ ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഓൺ സെറ്റ് ഓഫ് മൺസൂൺ ഇസ് ഗ്രാജുവൽ ബട്ട് വിഡ്രോവൽ ഇസ് മോർ സഡൻ ഇൻ നേച്ചർ. ഇത് പറയുന്നത് മൺസൂണിന്റെ തുടക്കം ഭയങ്കര ഗ്രാജുവൽ ആയിരിക്കും. കുറച്ച് മഴ പെയ്യും, പിന്നെ കുറച്ച് മഴ പെയ്യും, പിന്നെ നന്നായിട്ട് മഴ പെയ്യും. വളരെ ഗ്രാജുവൽ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇത് ശരിയാണോ? മൺസൂണിന്റെ ഓൺ സെറ്റ് നമ്മൾ പറയുന്നതിന് ബസ്റ്റ് ഓഫ് മൺസൂൺ എന്നാണ്. ഇന്ന് മഴ പെയ്തപ്പം അത് അത്യാവശ്യം നല്ല മഴയായിരുന്നോ അതോ ഗ്രാജുവൽ മഴയായിരുന്നോ? എപ്പോഴും മൺസൂണിന്റെ തുടക്കം നമ്മൾ പറയുന്നത് തന്നെ ബസ്റ്റ് ഓഫ് മൺസൂൺ, പൊട്ടിപ്പുറപ്പെടുവാണ്. മൺസൂൺ എപ്പോഴും തുടങ്ങുമ്പോൾ ഭയങ്കര ഒരു ദിവസം പറഞ്ഞെങ്കിൽ ക്വിക്കായിട്ട് മഴ പെയ്യാം. പക്ഷേ തീരുമ്പോഴെങ്ങനാ കുറച്ച് ഗ്രാജുവേറ്റ് ആയിരിക്കും. മൺസൂൺ റിട്രീറ്റ് ചെയ്യാൻ തീരുന്നത് അങ്ങനെയായിരിക്കും. പക്ഷെ മൺസൂൺ എപ്പോഴും തുടങ്ങുമ്പോൾ അത് ബസ്റ്റ് ഓഫ് മൺസൂൺ എന്നാണ് NCERT പോലും കൊടുത്തിട്ടുള്ളത്, ഗ്രാജുവൽ ഓൺസെറ്റ് അല്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയാ, തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റോ,
സ്കൂള് തുറക്കുന്ന ദിവസത്തെ കാര്യം ആലോചിച്ച്, സ്കൂള് തുറക്കുന്ന ദിവസം പെട്ടെന്നല്ലേ മഴ പെയ്യുന്നത്, ഒരു സൂചന ഇല്ലാതല്ലേ മഴ പെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗ്രാജുവൽ അല്ല, സഡൻ ഔട്ട്ബേസ്റ്റ് ആണ് മൺസൂൺ കാര്യത്തിലുള്ളത്. തേർഡ് സ്റ്റേറ്റ്മെന്റോ, മോസ്റ്റ് ഓഫ് ദ ഐലൻഡ്സ് ഇൻ ഇന്ത്യ റിസീവ് മൺസൂൺ ഷവർ ഓൾമോസ്റ്റ് എ മന്ത് ബിഫോർ അറൈവൽ ഓഫ് മൺസൂൺ ഇൻ ഇന്ത്യ. അതായത് ഇതിൽ പറഞ്ഞൊരു കാര്യം, ഇന്ത്യയുടെ മെയിൻ ലാൻഡ്, അതായത് നമ്മുടെ പെനിൻസുലാർ ഇന്ത്യ അടക്കമുള്ള ഇന്ത്യൻ മെയിൻലാൻഡിൽ മഴ കിട്ടുന്നതിനേക്കാൾ മുമ്പ് ചുറ്റുമുള്ള ഐലൻഡുകളിൽ, ലക്ഷദ്വീപ് ഉണ്ട്, ആൻഡമാൻ നിക്കോബാർ ഉണ്ട്, ഇവിടെ മഴ കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് ശരിയാണോ? സംശയം നിങ്ങളെ ഫിഗർ മനസ്സിൽ വെച്ചേ, ഇതാണ് നമ്മുടെ ഫിഗർ. ഇങ്ങനെയാണ് മൺസൂൺ വരുന്നത് അല്ലെ, സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇത് ഇന്ത്യൻ മെയിൻലാൻഡിൽ വരുന്നതിന് മുമ്പ് ഈ ഐലൻഡുകൾക്ക് മുകളിലൂടെ അല്ലേ പോകുന്നത്. അപ്പൊ അവിടെയൊക്കെ മഴ പെയ്തിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്, അല്ലേ? യെസ്. അപ്പൊ അത് കറക്റ്റ് ആണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ആൻസർ ബി ആണ്. ഓൺലി 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ക്ലിയർ ആയോ? ഐഡിയ ക്ലിയർ ആയോ? യെസ്. മൺസൂണിനെ പറ്റി ഞാനൊരു ലൈവ് ക്ലാസ് നിങ്ങൾക്ക് തരാം. ജോഗ്രഫിയിലെ ഒരു ഹോട്ട് ടോപ്പിക് ആണത്. മൺസൂണിനെ പറ്റി ലൈവ് ക്ലാസ് നമുക്ക് ഒരു മാസ്റ്റർ ക്ലാസ് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ ഡേറ്റ നിങ്ങൾക്ക് അവിടെ കിട്ടും. അടുത്തത് ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഏതൊക്കെ സംസ്ഥാനങ്ങൾ കൂടെയാണ് പാസ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ്. 5 സംസ്ഥാനങ്ങൾ കൂടെയാണ് പാസ് ചെയ്യുന്നത് അല്ലെ? ഏതൊക്കെ സംസ്ഥാനത്തൂടെയാണ് പാസ് ചെയ്യുന്നത്? ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒറീസ, ആന്ധ്രാപ്രദേശ്. ഒന്നും ഉണ്ടല്ലോ. യെസ്, കറക്റ്റ് അല്ലേ? 4 സംസ്ഥാനങ്ങളേ ഉള്ളോ? ഇവിടെ ഫിഗർ ഉണ്ടല്ലോ. യെസ്, ഉത്തർപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട് അല്ലെ? നമ്മൾ ഏതോ ഒരു സ്റ്റേറ്റ് മിസ്സാക്കി തോന്നുന്നു അല്ലെ? ഏത് സ്റ്റേറ്റിനകത്താണ്? ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ. മധ്യപ്രദേശ്, എക്സാക്ട് മധ്യപ്രദേശ് മിസ് ഔട്ട് ആക്കിയ. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, തെലുങ്കാന ഉണ്ടോ ഇതിനകത്ത്? തെലുങ്കാന ഇതിൽ ആന്ധ്രാപ്രദേശ് ഉണ്ടല്ലോ. ആന്ധ്രാപ്രദേശ് ഉണ്ടെങ്കിൽ തെലുങ്കാന കൂടെ വരേണ്ടതാണല്ലോ. തെലുങ്കാന ഉണ്ടോ? ഇല്ല, തെലുങ്കാന ഇല്ല കേട്ടോ. ഓക്കെ, ഇത് പഴയ മാപ്പാണ്, എന്നാലും തെലുങ്കാന വരില്ല. റൈറ്റ്. ഓക്കെ. അടുത്തൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഹിമാലയയുടെ ഏറ്റവും സദേൺ മോസ്റ്റ് റേഞ്ച് ഏതാ? ഹിമാദ്രി, ഹിമാചൽ, ഷിവാലിക്, അങ്ങനല്ലേ പോകുന്നത്. അപ്പൊ ഏറ്റവും സദേൺ മോസ്റ്റ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഷിവാലിക് അല്ലേ സദേൺ മോസ്റ്റ് റേഞ്ച് ആവുന്നത്? ഷിവാലിക്കാണ് സദേൺ മോസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഹിമാദ്രി, ഹിമാചൽ, ഷിവാലിക്, പിന്നെ കാറക്കോറ, ലഡാക്ക്, സസ്കർ, പീർ, അങ്ങനെ കുറെ മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്. നമുക്ക് ജോഗ്രഫിയുടെ സ്പെഷ്യൽ ക്ലാസ്സിനാണ് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് വൂളാർ ലേക്ക് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ഇസ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ദ കൺട്രി എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? വൂളാർ ലേക്ക് അല്ലേ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് എന്ന് പറയുന്നത്? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? കുട്ടിക്കാലം തൊട്ടേ പഠിക്കുന്ന ഡേറ്റ അല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ, ചിൽക്ക ലേക്ക് ഇസ് ദ ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ ആൻഡ് വാസ് വൺസ് പാർട്ട് ഓഫ് ബേ ഓഫ് ബംഗാൾ. അതും കറക്റ്റ് ആണ്. വേമ്പനാട് ലേക്ക് ഈസ് ദ സ്മാളസ്റ്റ് മാൻമേഡ് ലേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് ശരിയാണോ? വേമ്പനാട് ലേക്ക് ഈസ് ദ സ്മാളസ്റ്റ് മാൻമേഡ് ലേക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്? നോ. വേമ്പനാട് ലേക്ക് ഈസ് ദ ലോങ്സ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? ലോങ്സ്റ്റ് ലേക്ക് ആണ്. അപ്പൊ അത് എന്തായാലും സ്മാളസ്റ്റ് ആയിരിക്കത്തില്ല. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ സി പോയി, ഡി പോയി. അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന്, ശരിയാണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വായിക്കാതെ തന്നെ മനസ്സിലായി, കണ്ടല്ലേ? ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാര്യം എയിലും ബിയിലും ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇത് നോക്കിയോണേ, ഈ പറഞ്ഞതുപോലെ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ബി ആണ് ഇതിന്റെ ആൻസർ, ബി. ലോണാർ ലേക്ക്, ഞാൻ ഈ പറയാൻ വന്ന ഡേറ്റ തെറ്റാണ്, പക്ഷേ പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ പഠിച്ചാലേ മാർക്ക് എടുത്തുള്ളൂ. ഇപ്പൊ മോഡേൺ ഫൈൻഡിങ്സ് പറയുന്നത് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നാണ്. പക്ഷെ അത് അവിടെ അങ്ങനെ ഇരുന്നോട്ടെ, നമുക്ക് NCERT ബേസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാന്ന് തന്നെ പഠിക്കാം. ലോണാർ ലേക്ക് മഹാരാഷ്ട്രയിൽ ഉള്ള ഒരു ലേക്ക് ലോണാർ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഒരു ഉൽക്ക പതിച്ചിട്ട് ഉണ്ടായ ഒരു കുഴിക്കകത്താണ് ലേക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. പക്ഷെ റീസെന്റ് സ്റ്റഡീസ് പറയുന്നത്
ടെക്ടോണിക് ആക്ടിവിറ്റീസ് ആണ് ഉൽക്ക എല്ലാവരും എന്നാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത്. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട, ഈ ഒരു തെറ്റായ ഡേറ്റ തന്നെ പഠിക്കാം. ക്ലിയർ ആണല്ലോ? അതാണ് നമ്മൾ പഠിച്ച് കുളമാക്കൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ഒന്ന് കണ്ണടക്കേണ്ടി വരും. ഒരു ചോദ്യം ഇടുന്ന ആൾക്കാർക്ക് സ്റ്റുഡൻസ് ആയി നിങ്ങളുടെ അത്രയും വിവരം ഉണ്ടാവണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതം അവരുടെ കയ്യിലാണ്, മാർക്ക് തരുന്ന അവരാണ്. അപ്പോൾ അവരെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പഠിക്കാം. ഓക്കെ, ഇത് വേറെ നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. 15ാമത് ചോദ്യം. നമ്മുടെ പുതിയ ഓപ്ഷൻസിന്റെ പാറ്റേൺ കണ്ടോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? പൊന്മുടി ഡാം പന്നിയാറിലാണ്. മുല്ലപ്പെരിയാർ ഡാം കേരളത്തിലെ ആദ്യത്തെ ഡാമാണ്. ബാണാസുര സാഗർ എവിടെയാണ്? കബനിയിലാണ്. കേരളത്തിലെ ലാർജസ്റ്റ് ഗ്രാവിറ്റി ഡാം ചെറുതോണി ഡാം ആണ് അല്ലെ? അപ്പൊ ആൻസർ എ ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ഓപ്ഷൻസിന്റെ പാറ്റേൺ കാരണം മിക്കവാറും പല ആൾക്കാരും സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് സ്കിപ്പ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പ്രോപ്പറായിട്ട് പഠിച്ചതിന്റെ ഉത്തരത്തിലേക്ക് എത്താവുന്നേ ഉള്ളൂ അല്ലെ? യെസ്. ഈ ചോദ്യത്തിന്റെ ഓപ്ഷൻസിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഓപ്ഷൻസ് ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. ഇതുപോലെ കൊനസ്റ്റ് ഓപ്ഷൻസ് ഇനിയും വരും. ബട്ട് യു ഷുഡ് സീ ദ ബിഗ് പിക്ചർ. അതായത് അടുത്തൊരു ചോദ്യം എക്കണോമിക്സിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസിൽ പെടാത്തത് എന്താണെന്ന് ചോദിക്കുന്നത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബാങ്കുകളെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ബാങ്കിനെ സ്റ്റേറ്റ് ബാങ്കിന്റെ ബാങ്കറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കാര്യം നമുക്ക് കാശ് വേണമെങ്കിൽ റിസർവ് ബാങ്ക് ചിലപ്പോൾ തരും. സെൻട്രലിന്റെ സ്റ്റേറ്റിന്റെ കടങ്ങളെ അവർ ഡെപ്റ്റിനെ അവർ മാനേജ് ചെയ്യുന്നുണ്ട്. ഡി, ലെൻഡിങ് മണി ടു പബ്ലിക് ആൻഡ് റെഗുലേറ്റിംഗ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇത് ശരിയാണോ? നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ ലോൺ വേണമെങ്കിൽ, നിങ്ങൾക്ക് സ്വർണം പണയം വെക്കണമെങ്കിൽ റിസർവ് ബാങ്കിലോട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇതൊക്കെ സെബി ആണ് ചെയ്യുന്നത് അല്ലെ? ഇത് റെഗുലേറ്റർ ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് സെബി ആണ്. ഇത് സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, നോർമൽ ബാങ്ക്സ് ഇത് ചെയ്യാം അല്ലെ? സ്റ്റോക്ക് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി ആണെന്നുള്ള കാര്യം മനസ്സിലായിരിക്കാം. അപ്പൊ ഇതിന് ആൻസർ ഡി ആണ്. ഡി ആണ് റോങ് സ്റ്റേറ്റ്മെന്റ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന കമ്മീഷന്റെ പേരെന്താ? ഹിൽട്ടൺ യങ് കമ്മീഷൻ അല്ലെ? ഹിൽട്ടൺ യങ് കമ്മീഷൻ റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് തന്നെ പി എസ് സിയിൽ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഒക്കെ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ പാർട്ടിൽ കവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, നമുക്കിത് സിവിൽ സർവീസസ് പ്രിലിംസിൽ വന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ പി എസ് സിയിൽ വരാനുള്ള സാധ്യത എക്സ്ട്രീംലി ഹൈ ആണ്. ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾ അടുത്ത കാലത്ത് ട്രംപ് അധികാരത്തിൽ കയറിയപ്പോ ചില ന്യൂസ് കണ്ടാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യ വിട്ടു പോകുന്നു, അല്ലെങ്കിൽ ഫോറിൻ ഡയറക്ട് FDI ഇന്ത്യയിൽ നിന്ന് പുറം രാജ്യത്തേക്ക് ഒഴുകുന്നു എന്നൊക്കെ ന്യൂസ് കണ്ടു കാണും. നമുക്കിവിടെ എന്താണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്, എന്താണ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്, ഈ കാര്യങ്ങൾ ഒന്ന് ആഴത്തിൽ പഠിക്കണം. ഫസ്റ്റ് നമുക്ക് ബേസിക് കാര്യങ്ങൾ മാത്രം നോക്കാം. ചോദ്യം നോക്കാം അല്ലെ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഈസ് വെൻ എ കമ്പനി ഇൻവെസ്റ്റ് ഇൻ ഫോറിൻ കൺട്രി ടു സെറ്റ് അപ്പ് പ്രൊഡക്ഷൻ ഓർ സം അതർ ഫെസിലിറ്റി. ഇത് ശരിയാണ്. ഇപ്പോ ആപ്പിൾ കമ്പനി ഇന്ത്യയിൽ വന്ന് ഫാക്ടറികൾ സ്ഥാപിച്ചു അല്ലെ? അപ്പൊ അത് ഇന്ത്യയിൽ അവര് മെഷീനറീസ് കൊണ്ടുവരുന്നു, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് അല്ലെ? ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. അതേ സമയത്ത് ബിൽ ഗേറ്റ്സ് ഇന്ത്യയിലെ പല കമ്പനികളുടെ സ്റ്റോക്ക് മാർക്കറ്റിലും പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്. അതൊരു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണോ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണോ? അല്ലെങ്കിൽ ഇപ്പം യെസ്, അത് ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അതാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. ഡയറക്ട്ലി ചെയ്ത FDI ആവും. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആവും. റൈറ്റ്. അപ്പൊ എന്റെ അടുത്ത് ഇതിന്റെ ചോദ്യം ഇതാണ്, ഇതിൽ ഏതാണ് ലോങ് ടേം, ഏതാണ് ഷോർട്ട് ടേം? കൂടുതൽ കാലം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആരാ? അത് എപ്പോഴും FDI ആണ്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ജനറലി സ്പീക്കിംഗ് ഒരു വർഷത്തിൽ കൂടുതലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് FDI ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു വർഷത്തിൽ താഴെയാണെങ്കിൽ അത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്. ഓക്കെ, അത് കുറച്ച് കണ്ടീഷൻസ് എക്സ്ട്രാ ഉണ്ട്. ജനറൽ ഒരു തിയറി പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോ അതോടെ ഇരിക്കട്ടെ. പിന്നെ മറ്റൊരു ചോദ്യം, ഇതിനകത്ത് ഏതാണ് ഏറ്റവും ലിക്വിഡ്? ഏറ്റവും ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം എന്റെ കയ്യിൽ 100 രൂപയുണ്ട്, 100 രൂപയുടെ ഗോൾഡും ഉണ്ട്. ഇതിനകത്ത് ഏതാ ഏറ്റവും ലിക്വിഡ്? 100 രൂപയാണ് അല്ലെ?
ഈ കൂടുതൽ, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണോ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണോ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ളത്? യെസ്. എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു 10 ഏക്കർ ലാൻഡ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ഒരു 10,000 സ്റ്റോക്ക് ഉണ്ട്, ഇതിനകത്ത് ഏതാ ഏറ്റവും വിൽക്കാൻ എളുപ്പം, വിറ്റ് കാശാക്കാൻ ഏറ്റവും എളുപ്പം ഏതാ? അതാണ് ലിക്വിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പെട്ടെന്ന് കാശായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം, അതാണ് ലിക്വിഡിറ്റി. സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്ക് വിറ്റഴിക്കാനല്ലേ എളുപ്പം, 2 ക്ലിക്ക് മതി മൊബൈൽ ഫോണിൽ. പക്ഷെ നിങ്ങളൊരു 10 ഏക്കർ ലാൻഡ് വിറ്റഴിക്കണേ എത്ര സമയം എടുക്കണം, അല്ലെ? അപ്പൊ അതാണ് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഈസ് മോർ ലിക്വിഡ് ദാൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, അല്ലെ? ഇത് രണ്ടും ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തത് നാഷണൽ ഇൻകത്തിനെ പറ്റിയുള്ള ചോദ്യമാണ് കേട്ടോ. ഇത് കുറച്ച് ഡെപ്തിലുള്ള ഒരു ചോദ്യമാണ്. നാഷണൽ ഇൻകത്തിന്റെ ഒരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരാം. നമ്മൾ റിവിഷൻ ക്ലാസ് നമുക്ക് ഇതിനെ പറ്റി ചർച്ച ചെയ്യാം. ഒരു കാര്യം ഞാനിപ്പം പറയാം. ഈ നെറ്റ് എന്നൊരു വാക്കുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, അല്ലെ, അല്ലെങ്കിൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസിൽ നിന്നും ഡിപ്രിസിയേഷൻ കുറയ്ക്കുന്നതാണ്. സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇപ്പം GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നിന്നും നമ്മൾ ഡിപ്രിസിയേഷൻ, തേയ്മാനം എന്ന് പറയുമല്ലോ, ഡിപ്രിസിയേഷൻ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചാൽ കിട്ടുന്നതാണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഈ നെറ്റ് എന്നുള്ള വാക്ക് എവിടെ കണ്ടാലും ഇക്വേഷൻ അപ്പുറത്ത് ഡിപ്രിസിയേഷൻ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നെറ്റ് അത് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയിരിക്കും. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിഡക്ഷൻ ഡിപ്രിസിയേഷൻ ഫ്രം ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. കിട്ടി, അത് ശരിയാണ്. നെറ്റ് എന്നൊരു വാക്കുണ്ടോ, അപ്പുറത്ത് ഡിപ്രിസിയേഷനും കണ്ടിരിക്കും. ഗ്രോസിൽ നിന്നും ഡിപ്രിസിയേഷൻ കുറയ്ക്കുന്നതാണ് നെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ബി ആണല്ലോ ഉത്തരത്തിലേക്ക് വരാം. ബി, നാഷണൽ ഇൻകം നിങ്ങൾക്ക് പിന്നെ വിശാലമായിട്ട് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് റിപ്പീറ്റ് ചെയ്യണോ? ഗ്രോസിന്റെ നെറ്റിന്റെ ഒരു ഷോർട്ട് കട്ട് ആണ് പറഞ്ഞത്. കോൺസെപ്റ്റ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഗ്രോസിന്റെ നെറ്റിന്റെ ഷോർട്ട് കട്ട് ക്ലിയർ ആയോ? യെസ്, ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തത് ഒരു ഒരു ഞാൻ തിയറി പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങളെ ചോദ്യത്തിലേക്ക് കൊണ്ടുവരാം. തിയറി പഠിപ്പിച്ചിട്ട് ചോദ്യത്തിലേക്ക് കൊണ്ടുവരാം. റവന്യൂ എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? റവന്യൂ ഉണ്ട്, എക്സ്പെൻഡിച്ചർ ഉണ്ട്. നമ്മൾ ഇന്ന് റവന്യൂവിനെ പറ്റി മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇങ്ങോട്ട് കിട്ടുന്ന പൈസ, വരുമാനം എന്നുള്ള മീനിങ് ആണ്, അല്ലെ? വരുമാനം അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു ജോലിയുണ്ട്, കിടക്കാൻ വീടും ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് മാസം മാസം ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ നിങ്ങളുടെ റവന്യൂ ആണ്. നിങ്ങളുടെ വീട് വിറ്റാൽ കിട്ടുന്ന പൈസ എന്താണ്? പറയുന്നത് റവന്യൂ തന്നെയാണ്. പക്ഷേ വീട് വിറ്റപ്പോ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ കയ്യിൽ ഒരു അസറ്റ് നശിച്ചുപോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈബിലിറ്റി വന്നു, അസറ്റ് നശിച്ചു, അല്ലെ? അപ്പൊ നമുക്ക് വരുമാനം എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. കടം വാങ്ങിക്കുന്ന വരുമാനമാണ്, അല്ലെ? ഇപ്പൊ കേരളം നേരിടുന്ന ഒരു പ്രശ്നം അതാ, കടം വാങ്ങിക്കുകയാണ്, പുറത്തുനിന്ന് കടം വാങ്ങി, അത് റവന്യൂ തന്നെയാണ്. അപ്പം റവന്യൂ ജനറേഷൻ എന്നതല്ല നമ്മുടെ ലക്ഷ്യം. റവന്യൂ ജനറേറ്റ് ചെയ്യണമെങ്കിൽ കടം വാങ്ങിച്ചാൽ റവന്യൂ കിട്ടും, നമ്മുടെ വീട് വിറ്റാലും റവന്യൂ കിട്ടും. പക്ഷെ സ്റ്റേബിൾ ആയ റവന്യൂ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ടാക്സേഷനിൽ നമ്മൾ റവന്യൂവിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് റവന്യൂ റെസീപ്റ്റ്, അതായത് നമുക്ക് ഇങ്ങനെ ഇടുന്ന പൈസ റവന്യൂ റെസീപ്റ്റ് ആയിട്ടും ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. തൽക്കാലം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റവന്യൂ ഞാൻ പറയുന്നത് ടെക്നിക്കലി ഇനാക്യുറേറ്റ് ആണ്. പക്ഷെ PSC പരീക്ഷകളും UPSC പരീക്ഷകൾക്ക് മാർക്ക് കിട്ടാൻ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. നിങ്ങൾ എക്കണോമിസ്റ്റുകൾ ആവാനല്ലല്ലോ പഠിക്കുന്നത്. ഓപ്ഷൻസിൽ നിന്നും ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ഞാൻ പറയുന്ന രീതിയിൽ പഠിച്ചാൽ മതി. റവന്യൂ റെസീപ്റ്റ് നല്ലതാണ് എന്ന് പഠിക്കുക. ക്യാപിറ്റൽ റെസീപ്റ്റ് മോശമാണെന്ന് പഠിക്കുക. യഥാർത്ഥത്തിൽ രണ്ടിലും നന്മയുണ്ട് തിന്മയുണ്ട്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ കേസ് ഞാൻ പറഞ്ഞു. അതായത് റവന്യൂ റെസിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന റവന്യൂ തന്നെയാണ്, പക്ഷെ ഇത് കാരണം നമുക്ക് ഒരു കടബാധ്യത ഉണ്ടാവത്തില്ല, നമ്മുടെ കയ്യിൽ ഇപ്പോൾ അസറ്റ് നശിച്ചു പോകത്തില്ല. റവന്യൂ റെസിപ്റ്റ് വിൽ നോട്ട് ക്രിയേറ്റ് അഡീഷണൽ ലൈബിലിറ്റി നോർ ക്രിയേറ്റ്സ് എന്താ പറയാ ഡിപ്രിസിയേഷൻ ഓഫ് അസറ്റ്, അല്ലെങ്കിൽ നോട്ട് ക്രിയേറ്റ് ഡിക്ലൈൻ ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് അസറ്റ്. വീട് വിറ്റ് കിട്ടുന്ന പൈസ റവന്യൂ റെസിപ്റ്റിനകത്ത് വരുന്നതല്ല.
പക്ഷെ ക്യാപിറ്റൽ റിസിപ്റ്റ് എന്ന് പറയുമ്പോൾ ഇതും വരുമാനം തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഇതുകൊണ്ട് ഒന്നുകിൽ നമ്മൾ കടക്കെണിയിൽ വീണു പോകാം, നമുക്ക് ലൈബിലിറ്റീസ് ക്രിയേറ്റഡ് ആവാം, അതല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, നമ്മുടെ കയ്യിലുള്ള ഒരു അസറ്റ് നഷ്ടപ്പെടുന്നു ആവാം, അല്ലെ? ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് താഴോട്ടുള്ള കാര്യം നിങ്ങൾ വായിച്ചാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും. റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് നഷ്ടം ഒന്നും വരുന്നില്ല. കിട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് മാസ ശമ്പളം കിട്ടുന്നു, അല്ലെ? മാസ ശമ്പളം വാങ്ങിക്കുന്നു എന്ന് കരുതി നിങ്ങൾക്ക് എന്ത് നഷ്ടം സംഭവിക്കാനാണ്? പക്ഷെ നിങ്ങളതിൽ ഒരു 10 പവൻ ഗോൾഡ് ഉണ്ടായിരുന്നു, ആ ഗോൾഡ് വിൽക്കുന്നു, വിറ്റപ്പോഴത്തേക്കും ഗോൾഡ് കയ്യിൽ നിന്ന് പോയി, നിങ്ങൾ അസറ്റ് നശിച്ചു, പക്ഷെ വരുമാനം കിട്ടി, അല്ലെ? അപ്പൊ അതൊക്കെ ക്യാപിറ്റൽ റെസിപ്റ്റിനകത്താണ് വരിക, മറ്റേ റവന്യൂ റെസിപ്റ്റ്. റവന്യൂ റെസിപ്റ്റിനെ തന്നെ നമ്മൾ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റിന് ടാക്സിന്റെ രൂപത്തിൽ കിട്ടുന്ന പൈസയാണ്. അതിന് ഗവൺമെന്റിന് എന്താ നഷ്ടം? ഡയറക്ട് ടാക്സ് ഉണ്ട്, ഇൻഡയറക്ട് ടാക്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഡയറക്ട് ടാക്സ്, അല്ലെ? ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, വെൽത്ത് ടാക്സിന് ഗവൺമെന്റ് ഇഷ്ടംപോലെ പൈസ കിട്ടും. GST അടക്കമുള്ള ഇൻകം ടാക്സിന് ഗവൺമെന്റ് ഇഷ്ടംപോലെ പൈസ കിട്ടും, അല്ലെ? സോ റവന്യൂ റെസിപ്റ്റിനകത്ത് ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. നോൺ ടാക്സ് റവന്യൂവിനകത്ത് എന്താ നമ്മൾ പറയുന്നത്? ഇപ്പൊ ഗവൺമെന്റ് ബാങ്കിൽ കുറെ പൈസ ഇടുന്നതിന് ഇൻട്രസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ ഫീസ് കിട്ടും, അല്ലെങ്കിൽ ഗവൺമെന്റ് കുറെ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, അല്ലെ? ഇപ്പൊ റെയിൽവേ ബിസിനസ് റൺ ചെയ്യുന്നത് അവിടുന്ന് കിട്ടും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രത്യേകമായിട്ടുള്ള ചില ടാക്സുകൾ കിട്ടും. ഇപ്പൊ നോൺ ടാക്സ് റവന്യൂ സേഫ് ആണ്. ഗവൺമെന്റ് ഇപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് തരുന്നു, ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഭാഗമായി നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ട്? നിങ്ങൾ അവർക്ക് ഫീസ് അടയ്ക്കണം. അപ്പൊ ഗവൺമെന്റ് അതൊരു വരുമാനമല്ല. അല്ലെങ്കിൽ മാർക്കറ്റുകളൊക്കെ ഗവൺമെന്റിന്റെ ആണല്ലോ, ഈ ജനറൽ മാർക്കറ്റുകൾ. അപ്പം അതിനകത്ത് ഒരു തറവാടക ഗവൺമെന്റ് വാങ്ങിക്കും, അല്ലെ? അപ്പൊ അതൊക്കെ എന്താണ്? നോൺ ടാക്സ് റവന്യൂ ആണ്. സോ റവന്യൂ റെസിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് റവന്യൂ, റവന്യൂ നോൺ ടാക്സ് റവന്യൂ ആവാം. പക്ഷെ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഒരു വരുമാനം നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതുകൊണ്ട് കടബാധ്യത ഉണ്ടാവുന്നുണ്ടോ, അത് നിങ്ങളുടെ കയ്യിലുള്ള സ്വത്ത് നഷ്ടമാവുന്നുണ്ടോ? രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഉദാഹരണത്തിന് റിക്കവറി ഓഫ് ലോൺസ്. ഇപ്പൊ ഞാൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മാസം മാസം പലിശ കൊടുത്തോണ്ടിരിക്കുക. പക്ഷെ ഞാൻ മൊത്തം അടച്ച് തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റിന്, അല്ലെങ്കിൽ എന്റെ ലോൺ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് അങ്ങോട്ട് കാശ് കിട്ടും. അപ്പൊ മാസം മാസം കിട്ടിക്കൊണ്ടിരുന്ന ഒരു വരുമാനമല്ല ഗവൺമെന്റ് അവിടെ നശിക്കുന്നത്. അപ്പൊ അതോടുകൂടി ഗവൺമെന്റിന്റെ അസറ്റ് നശിച്ചു പോകും, അല്ലെ? സി, ഇവിടെയാണ് നമ്മൾ കുറച്ച് ആഴത്തിൽ ഇറങ്ങി പഠിക്കണം. ബാങ്കുകളെ സംബന്ധിച്ച്, അല്ലെ, കടം എടുക്കുന്ന, ലോൺ എടുക്കുന്ന ആൾക്കാരാണ് അസറ്റ്. ബാങ്കുകൾ ലോൺ കൊടുക്കുന്ന ആൾക്കാർ ലൈബിലിറ്റിയാണ്. സോറി, ബാങ്കിന് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് ലൈബിലിറ്റിയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ ബാങ്കിൽ ഒരു 10 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്, അപ്പൊ ബാങ്കിന്റെ വലിയൊരു അസറ്റ് ആണ് ഞാൻ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനല്ല. നിങ്ങൾ ബാങ്കിൽ 10 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ ബാങ്കിൽ നിങ്ങളൊരു ബാധ്യത, ലൈബിലിറ്റി, കാര്യം പൈസ ഒന്നും തീർക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാ? ബാങ്കിനാണ്. അതേസമയം നിങ്ങൾ ബാങ്കിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ കടം എടുക്കുകയാണെങ്കിലോ ബാങ്കിന്റെ അസറ്റ് ആണ് നിങ്ങൾ, കാര്യം മാസം മാസം പലിശ കിട്ടും, നിങ്ങളെ പിരിഞ്ഞിട്ടാണ് ബാങ്ക് കാശ് അടിച്ചിരുന്നത്. അതാണ് അസറ്റ് ലൈബിലിറ്റി കോൺസെപ്റ്റ്. അപ്പൊ റിക്കവറി ഓഫ് ലോൺ എന്ന് പറയുമ്പോൾ ഒരു അസറ്റ് ആണ് അവിടെ നശിച്ചു പോകുന്നത്, ലോൺ കംപ്ലീറ്റ് റിക്കവർ ആയി. അതുപോലെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് പല കമ്പനികളും വിൽക്കാറുണ്ട്, അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. കടം വാങ്ങിക്കാറുണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. പ്രോവിഡന്റ് ഫണ്ടിന്റെ കേസിൽ വരുന്ന ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഇതാണ് ക്യാപിറ്റൽ റെസിപ്റ്റിന്റെ കാര്യം. ഈ ചോദ്യം നോക്കിയേ. ചോദ്യം എന്താണ്? ഈ കോട്ടത്ത് തന്നിട്ടുള്ളതിനകത്ത് സോഴ്സ് ഓഫ് ടാക്സ് റവന്യൂ ആയത് എത്ര എണ്ണമാണെന്ന ചോദ്യം. പേഴ്സണൽ ഇൻകം ടാക്സ് ഉണ്ട്, ഗുഡ്സ്, GST ഓൾറെഡി ഉണ്ടല്ലോ, GST ഉള്ളതുകൊണ്ട് തന്നെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടാക്സ് ഉണ്ട്, ഇമ്പോർട്ട് എക്സ്പോർട്ട് ടാക്സുകളുണ്ട്, ഫീസ് ഫ്രം സർവീസ് റെൻഡർഡ് ബൈ ദി ഗവൺമെന്റ്. ഇത് വരുമോ? ഇത് ടാക്സ് റവന്യൂ ആണോ നോൺ ടാക്സ് റവന്യൂ ആണോ? ഇപ്പൊ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം, ആ സമയത്ത് ഗവൺമെന്റ് ഒരു ഫീസ് വാങ്ങിക്കും. അത് ടാക്സ് റവന്യൂ ആണ് നോൺ ടാക്സ് ആണ്? നോൺ ടാക്സ് അല്ല, എക്സാക്ട് നോൺ ടാക്സ് റവന്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ബാക്കിയുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. നിങ്ങൾക്ക് ആ ഒരു റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ റെസിപ്റ്റ് കോൺസെപ്റ്റ് ക്ലിയർ ആയോ? റിപ്പീറ്റ് ചെയ്യണോ? യെസ്, ക്ലിയർ. അപ്പൊ നിങ്ങൾ റിയൽ ലൈഫ് എക്സാമ്പിൾസ് എടുത്ത് വെച്ചിട്ട് അത് ഓർത്ത് പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, ബാക്കിയൊക്കെ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഉദാഹരണത്തിന് മഹാലനോബിസ് ഇന്ത്യയുടെ സെക്കൻഡ് 5 ഇയർ പ്ലാനിന്റെ സൃഷ്ടാവാണ്, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇതിന്റെ അസോസിയേറ്റഡ് ഫാക്ടുകൾ വായിച്ചു പോവുക, ഇഷ്ടംപോലെ അസോസിയേറ്റഡ് ഫാക്ടുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്.
അടുത്ത ചോദ്യം, KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നാണ് നിലവിൽ വന്നത്? സ്ഥിരം PSC ചോദ്യമാണ്, January 1, 2018. ഇനി മേജർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, ജസ്റ്റ് വായിച്ചു നോക്കി നിങ്ങൾക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇവിടെ ഓപ്ഷൻസിന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്, കണ്ടോ? ഓപ്ഷൻസിന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ചോദ്യം എന്താണ്? ഈ ഗവേണൻസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന എന്ത്? ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ത്യയെ ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയല്ലേ? തെറ്റല്ലല്ലോ. അപ്പോ ആധാർ, യെസ്, ആധാറിന്റെ കേസും കറക്റ്റ് ആണ്. നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ, അത് നമുക്ക് അറിയത്തില്ലെന്ന് ഇരിക്കട്ടെ, അതിന്റെ ഡേറ്റ് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്ന് അറിയാം. അപ്പൊ 1ഉം 2ഉം 4ഉം കറക്റ്റ് ആണെന്ന് പറയുന്ന ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ചെയ്യാം. അപ്പൊ ഈവൻ നിങ്ങൾക്ക് ഈ ഡേറ്റ് അറിയില്ലെങ്കിൽ പോലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. അതിന്റെ ഒരു ക്രക്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യെസ്, ബാക്കി ചോദ്യങ്ങൾ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ചോദ്യമൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ലോക്പാലിന്റെ ജൂറിസ്ഡിക്ഷൻസ് ഒക്കെ ചെക്ക്ഔട്ട് ചെയ്യാം. യെസ്, ഗവൺമെന്റ് സ്കീംസ് അല്ലെ, ഗവൺമെന്റ് സ്കീംസ്. ഇപ്പൊ ഓൾഡ് ഏജ് പീപ്പിൾ, പ്രായമായ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്കീംസ് ഏതെന്നാണ് ചോദ്യം. ഇതിൽ 4 എണ്ണം കറക്റ്റ് ആണ്. ഇവിടെ നിങ്ങൾ ഓപ്ഷന്റെ സ്ട്രക്ചറും രൂപവും ഭാവവും കണ്ട് പേടിക്കരുത്. ഏറ്റവും ഈസി ക്വസ്റ്റ്യൻസ് ആണ് ഇത്തരത്തിൽ വരിക. ചോദ്യം എന്താണ്? കറക്റ്റ് കോമ്പിനേഷൻ കണ്ടെത്തുക. എല്ലാം കറക്റ്റ് ആണ്, 1, 2, 3, 4. പക്ഷെ ഇവിടെ കോമ്പിനേഷൻ ഇല്ലല്ലോ. കോമ്പിനേഷൻ വേണമെങ്കിൽ ഒന്നിക്കുള്ള കാര്യങ്ങൾ വരണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പലപ്പോഴും ക്വസ്റ്റ്യൻസ് ഇംപെർഫെക്റ്റ് ആയിരിക്കും. ഇതിൽ കോമ്പിനേഷൻ പറയുമ്പോൾ ഇല്ല അല്ലെ, കൃത്യമായ കോമ്പിനേഷൻ എന്ന് പറയാനില്ല. ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്, സ്കീംസിനകത്ത് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് എല്ലാം വരും. ഇതൊന്നും ഒരിക്കലും ക്യാൻസൽ ആവത്തില്ല. അതൊന്നും എക്സാം ഹോളിൽ ഇരുന്ന് വെറുതെ എക്സാമിനറെ തർക്കിക്കാൻ നിൽക്കേണ്ട. നമ്മുടെ ലൈഫാണ് വരുന്നത് അല്ലെ. അപ്പൊ മന്ദഹാസം പ്രോജക്ട് എന്തായിരുന്നു? എന്താണ് മന്ദഹാസം പ്രോജക്ട്? ഓൾഡ് ഏജ് പീപ്പിളിന്റെ മന്ദഹാസം പ്രോജക്ട് അല്ലെ. ടൂത്ത് ഇംപ്ലാന്റ്, വെപ്പ് പല്ലുകൾ വെച്ച് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം അല്ലെ. സായം പ്രഭ എന്തായിരുന്നു? സായം പ്രഭ ഡേ കെയർ, പ്രായമായ ആൾക്കാർക്കുള്ള ഡേ കെയർ ഹോംസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഉദ്ദേശം. വയോമിത്രം എന്തായിരുന്നു? മെഡിസിൻസിന് സഹിതമുള്ള ധനസഹായങ്ങൾ, കോംപ്രഹെൻസീവ് എൽഡർലി കെയർ ആണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. എൽഡർ ലൈൻ എന്താണ്? ഈ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ പ്രായമായ ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഉപദേശങ്ങളും കൗൺസിലിംഗും ഒക്കെ അവിടെ നിന്ന് കിട്ടും അല്ലെ. യെസ്. ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ട്രഡീഷണലി മിനിസ്റ്റർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി ഇത്രയും ഡെപ്തിൽ ക്വസ്റ്റ്യൻ വരാറില്ല. പക്ഷെ UPSC ഇതൊരു ട്രെൻഡ് ആണ്, അതുകൊണ്ടാണ് ഈ ചോദ്യം ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇത് സിലബസിൽ ഇല്ലാന്ന് കരുതി പഠിക്കാതിരിക്കേണ്ട, ഇത്തരം ചോദ്യം നമുക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ചോദ്യമാണ്, നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു ചോദ്യമാണ്. ചോദ്യം എന്താണ്? ഒരു ലെജിസ്ലേച്ചർ, ഒരു MP അടുത്ത കാലത്ത് വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ പങ്കെടുത്തു. പക്ഷെ അദ്ദേഹത്തിന് പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പോ അദ്ദേഹം ഈ കൂട്ടത്തിൽ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണെന്നാണ് ചോദ്യം. MP യോ MLA യോ, MP or MLA എന്നിരിക്കട്ടെ, MP അല്ലെങ്കിൽ MLA. ലെജിസ്ലേച്ചർ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഹീസ് എ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഹീസ് എ മെമ്പർ ഓഫ് ലോവർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്, ഹീസ് എ നോമിനേറ്റഡ് മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഹീസ് എ നോമിനേറ്റഡ് മെമ്പർ ഓഫ് അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്. വിച്ച് ക്യാൻ ബി ദ റീസൺ? അതായത് ഒരാള് വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ പങ്കെടുത്തു എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? അയാള് പാർലമെന്റിലെ MP ആണ്. ഒരിക്കലും ഒരു സംസ്ഥാനത്തിലെ MLAക്കോ വ്യക്തിക്കോ വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ പങ്കെടുക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം പാർലമെന്റിലെ അംഗമാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പോയിന്റ്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പറയുന്ന ഒരു കാര്യമാണ്, only elected members of parliament and state legislative assembly will vote in that election അല്ലെ. ഇതിൽ പാർലമെന്റിലെ കേസ് എന്ന് പറയുമ്പോൾ അതിൽ നോമിനേറ്റഡ് മെമ്പേഴ്സും ഉണ്ട്, എലക്ടഡ് മെമ്പേഴ്സും ഉണ്ട്. പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ നോമിനേറ്റഡ് മെമ്പർ വോട്ട് എടുത്തില്ല, എലക്ടഡ് മെമ്പർ മാത്രമേ വോട്ട് എടുത്തുള്ളൂ. വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ രണ്ടുപേരും വോട്ട്.
അതുകൊണ്ടാണ് ചോദ്യം ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പൊ അതിന് ഉത്തരം എന്ത് വരും? നോമിനേറ്റഡ് മെമ്പർ ഓഫ് ദ അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്, ഡി. ഓക്കെ. അതായത് വൈസ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ മെമ്പേഴ്സും കൂടെ ചേർന്നാണ്. പക്ഷെ പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ സ്റ്റേറ്റ്സിലെയും എലക്റ്റഡ് മെമ്പേഴ്സ് മാത്രമാണ്. ഇപ്പൊ ഒരാളെ വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്തു, പക്ഷെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ട് ചെയ്തില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഹി വാസ് എ നോമിനേറ്റഡ് മെമ്പർ ഓഫ് ദ പാർലമെന്റ്. ഓക്കെ, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. ഓക്കെ, അപ്പൊ 26 ഉത്തരം അതാണ്. വളരെ നല്ലൊരു ചോദ്യമാണ് നമ്മുടെ ടീം ഇട്ടത്. യെസ്, ഇതിന്റെ ഉത്തരം വരും. ഇതില് ശരിയായ കോമ്പിനേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. പ്രസിഡന്റിന് സത്യവാചകം, ഓത്ത്, പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ, രാജിക്കത്ത് കൊടുക്കുന്ന ആർക്കാണ്? വൈസ് പ്രസിഡന്റ്. അത് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം ഒന്നുകിൽ വരും. ഇപ്പൊ ബി ഉണ്ട്, നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണ്? 2 ശരിയാണെന്നുള്ളത് മാത്രം. കാര്യം 3 ഇല്ല. വൈസ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണോ? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ആണ് അല്ലെ? യെസ്. അപ്പൊ ഇതിനകത്ത് ഇത് മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. എ ആണ് അതിനകത്ത് ശരിയായിട്ടുള്ള ഉത്തരം അല്ലെ? എ ഈസ് ദ ഓൺലി കറക്റ്റ് ആൻസർ. ഐഡിയ കിട്ടിയോ? ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രൈം മിനിസ്റ്റർ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. പ്രൈം മിനിസ്റ്ററിന് ഓത്ത് ചൊല്ലി കൊടുക്കുന്ന ആരാ? പ്രസിഡന്റ് ആണ്. പ്രൈം മിനിസ്റ്റർ രാജിക്കത്ത് കൊടുക്കുന്ന ആർക്കാ? സ്പീക്കറിനല്ല, അതും പ്രസിഡന്റ് ആണ് അല്ലെ? യെസ്. ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് കൊടുക്കുന്ന ആർക്കാ? ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. എക്സാക്ട്, ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. റൈറ്റ്. ആൻഡ് വൈസ് വേഴ്സ, ഡെപ്യൂട്ടി സ്പീക്കർ രാജിക്കത്ത് കൊടുക്കുന്നത് സ്പീക്കർക്കുമാണ്. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. 28ാമത്തെ ചോദ്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഈ ഒരു ചോദ്യം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP, ഇതിന്റെ ഒരു ഫീച്ചർ അല്ലാത്ത എന്താണെന്ന ചോദ്യം. വിച്ച് among the following is not a feature of directive principles of state policy? ഇതില് ഈ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ഇറ്റ് ഓപ്പറേറ്റ്സ് ആസ് എ ലിമിറ്റേഷൻ ടു ദ ടൈറനി ഓഫ് ദി എക്സിക്യൂട്ടീവ് ആൻഡ് ആർബിട്രറി ലോസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ. ഇത് ആക്ച്വലി ഫണ്ടമെന്റൽ റൈറ്റിന്റെ പ്രിൻസിപ്പിൾ ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിന്റെ അല്ല. ഇതൊരു ഫാക്ച്വൽ ചോദ്യമാണ്. ഫണ്ടമെന്റൽ റൈറ്റ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പിന്നീട് പ്രിയാമ്പിൾ, ഇത്ര ഏരിയ നമുക്ക് ധാരാളം ചോദ്യങ്ങൾ വരും. അത്ര ഏരിയ നമുക്കൊന്ന് പഠിച്ചിട്ട് പോകണം എക്സാമിന് മുമ്പായിട്ട്. ഓക്കെ, അപ്പൊ ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ടുള്ളതാണ്. ഇതിനകത്ത് നമുക്കൊരു ആൻസർ കീയിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ. ചോദ്യം എന്താണ്? വിച്ച് among the following are compulsorily involved in all constitutional amendment process? The constitution amendment ആർട്ടിക്കിൾ 368 അണ്ടറില് കമ്പൽസറി ആയിട്ടും പങ്കെടുക്കുന്ന ആൾക്കാർ ആരെന്നാണ് ചോദ്യം. പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ, 3 പേര് മാത്രമേ ഉള്ളൂ. ലെജിസ്ലേറ്റീവ് അസംബ്ലി വരത്തില്ല, ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരത്തില്ല. കാരണം ലെജിസ്ലേറ്റീവ് അസംബ്ലി വരുന്ന എപ്പോഴാ? ഫെഡറൽ പ്രിൻസിപ്പിൾസ് അല്ലെ, ഫെഡറൽ കാര്യങ്ങളെ ബാധിക്കുന്ന കേസുകൾ മാത്രമാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വരുന്നത്. കമ്പൽസറി ആയിട്ട് അവർ വരണമെന്നില്ല. ഇവിടെ 4 എന്നാണ്, സി ആണ് കൊടുത്തിട്ടുള്ളത്. ആൻസർ തെറ്റാണ്. ആൻസർ ബി ആണ് വരേണ്ടത്. അത് നമ്മുടെ ലാസ്റ്റ് ടൈം വന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നു. സോറി ഫോർ ദാറ്റ്. നിങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്ത് തന്നെ പിടിക്കാം. ഓക്കെ, 30. ഇത് യുദ്ധകാലത്തെ ഓണം ആരുടെ കവിതയാണ്? അത് ഇടശ്ശേരിയുടെ കവിതയാണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്. IT, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, നമുക്ക് എക്സ്പ്ലനേഷന് വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് അല്ല ഇനി അങ്ങോട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അത് വായിക്കാം. ഈ പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ അസോസിയേറ്റഡ് ഫാക്ടർ കൊടുത്തിട്ടുണ്ട്. സ്ഥിരമായി PSC ചോദിക്കുന്നതിന്, ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഉപേക്ഷ വിചാരിക്കാതെ ഇതെല്ലാം പഠിച്ച് പോവുക. റൈറ്റ്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ആർട്ട് ആൻഡ് കൾച്ചറിലെ ക്വസ്റ്റ്യൻസ് ആണ്. അത്
ഫാക്ച്വൽ ആണ്, കാണാതെ പഠിക്കുക, എഴുതുക, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിന്റെ റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ ഉണ്ടല്ലോ സ്ഥിരം ചോദ്യം. ഏതാണ് ആദ്യമായി പ്രിന്റ് ചെയ്യപ്പെട്ട മലയാള പുസ്തകം? നിക്ഷേപമാണ്, ജ്ഞാന നിക്ഷേപം. അപ്പൊ അതൊക്കെ പഠിച്ചു തന്നെ പോവാട്ടോ. ബാക്കിയുള്ള ഏരിയാസ് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി 2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സയൻസ് ആൻഡ് ടെക്നോളജി, ദാറ്റ് വി ക്യാൻ ഡിസ്കസ്. ഇപ്പൊ IT-യിലൊക്കെ സ്ഥിരമായി ചോദ്യം വരുന്ന ഏരിയാസ് തന്നെയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇത് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ്. സയൻസ് ആൻഡ് ടെക്നോളജി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്: ആന്റിബയോട്ടിക്സ് ആർ ഇൻഎഫക്റ്റീവ് ഇൻ ട്രീറ്റിംഗ് ഇൻഫെക്ഷൻസ് യൂസ്ഡ് ബൈ വൈറസ്. അത് ശരിയാണ്. നിങ്ങൾക്ക് ഒരു വൈറൽ പനി ആണെന്നുണ്ടെങ്കിൽ ആന്റി വൈറൽ ഡ്രഗ്സ് വേണം എടുക്കാൻ. ചുമ്മാ പോയി അസിത്രോമൈസിനും അല്ലെങ്കിൽ മറ്റ് ആന്റിബയോട്ടിക്സ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഇതിന്റെ പ്രശ്നം അതാണ്. ഇപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ വളരെ ഫേമസ് ആയ ഹോസ്പിറ്റലിൽ ജനിച്ച നവജാത ശിശുക്കളൊക്കെ മരിച്ചു. ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരുന്നു. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? കാര്യം ആ കുട്ടികളുടെ അമ്മമാർ അല്ലെങ്കിൽ അവരുടെ പേരൻസ് അനാവശ്യമായി തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ആന്റിബയോട്ടിക് കഴിച്ച് അവരുടെ ബോഡിയിൽ അതിന് എഫക്റ്റ് ഇല്ലതായി. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ കേസ് വന്നത് ആന്റിബയോട്ടിക് മരുന്ന് കൊടുത്താൽ അവർക്ക് അവസാനം എഫക്ട് ചെയ്യാതായി. അനാവശ്യമായി ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യരുത്. ഇപ്പൊ നമുക്കറിയാം ആന്റിബയോട്ടിക്സ് വേണമെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണം, അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് തരത്തില്ല. വളരെ സ്ട്രിക്റ്റ് ആണ്. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. കാര്യം ചുമ്മാ ഈ വൈറൽ ഫീവറിന് പോലും ആൾക്കാർ ആന്റിബയോട്ടിക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. റെഡ് ലൈൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടാണ്. ഓപ്പറേഷൻ അമൃത്, വെരി ഗുഡ് റീമ. അപ്പൊ ആന്റിബയോട്ടിക്സ് വൈറൽ ഡിസീസിന് ഇൻഎഫക്റ്റീവ് ആണ്. ദാറ്റ്സ് ട്രൂ. സി തെറ്റായിട്ടുള്ള പ്രശ്നം. സി ഈസ് റോങ്. അതൊരു മെയ്ഡ് അപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എന്താണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്? വൈറസസിന്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് കൊടുത്തു ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതുപോലെ മെത്തനോൾ എക്കണോമി അതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് ഔട്ട് ചെയ്യാം കേട്ടോ. കാര്യം ഇപ്പൊ അടുത്ത കാലത്ത് പെട്രോളിന് മെത്തനോൾ ബ്ലെൻഡ് ചെയ്യണം എന്നുള്ള നിയമം കർശനമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി മെത്തനോൾ ബ്ലെൻഡിങ് നടത്തിയ ചില പെട്രോൾ പമ്പുകളിൽ നിന്നും പെട്രോൾ അടിച്ച കാറും ബൈക്കും ഒക്കെ വഴിയിലായ വാർത്തകൾ കണ്ടു കാണും. കാര്യം അത് തുടക്കത്തിൽ വന്നൊരു മിസ്റ്റേക്ക് ആയിപ്പോയി. കാര്യം വാട്ടർ കണ്ടന്റ് എക്സ്ട്രാ ആയിപ്പോയി. വാട്ടർ കണ്ടന്റ് അങ്ങനെയാണ് പണിയത്. ഇപ്പൊ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ അവരത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. കാര്യം ന്യൂസിൽ ഇത് ഉണ്ട്. മെത്തനോൾ എക്കണോമി. കാര്യം നീതി ആയോഗിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് മെത്തനോൾ എക്കണോമി. ബേസിക് റീസൺ എന്താ? മെത്തനോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മെത്തനോൾ. അരി, ഗോതമ്പ് അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് അല്ലെങ്കിൽ ചില ആൽഗേസ് ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഷുഗർ വേസ്റ്റ് ഒക്കെ ഇഷ്ടംപോലെ മെത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ശാപം എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂവൽ പ്രോപ്പറായിട്ട് ഇല്ലെന്നുള്ളതാണ്. നമുക്ക് വരുന്ന പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ, ക്രൂഡ് ഓയിൽ ആയിക്കോട്ടെ, കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും കാറുണ്ട്, എല്ലാവരും കാറും ബൈക്കുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ ഫ്യൂവൽ ഈസ് ഡെഡ് ചീപ്പ്. അവിടെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന സംഭവമാണ് ഫ്യൂവൽ. ഇപ്പൊ പെട്രോളിന്റെ വില എത്ര? 100 120 ഒക്കെ ആവാറായി. അമേരിക്കയിൽ പോയി അതിന് 4 വില പോലും കാണത്തില്ല. അതുകൊണ്ട് അവിടെ എല്ലാവർക്കും കാർ അഫോർഡ് ചെയ്യാം, ബൈക്ക് അഫോർഡ് ചെയ്യാം, പെട്രോളിന് വില കുറവാണ്, ഭയങ്കര സ്മൂത്ത് ആണ് അവിടെ കാര്യങ്ങൾ. പക്ഷെ ഇന്ത്യയിൽ നമ്മൾ ഈ സാധനം ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കാശ് മൊത്തവും പോകുന്നത് എവിടുന്ന? പെട്രോൾ നിങ്ങൾക്ക് അറിയാം. വീട്ടിൽ ബൈക്കോ കാറോ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം, കിട്ടുന്ന കാശ് മൊത്തം പോകുന്നത് പെട്രോൾ അടിച്ചിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെട്രോളിൽ മെത്തനോൾ ഒരു 20% എങ്കിലും ബ്ലെൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ലാഭിക്കാം. ഇപ്പോഴത്തെ ഫ്യൂൽ പ്രൈസ് നല്ല രീതിയിൽ താഴോട്ട് വരും. അപ്പൊ അതുകൊണ്ട് മെത്തനോൾ എന്ന് പറയുന്ന ഫ്യൂവൽ പെട്രോളുമായി ബ്ലെൻഡ് ചെയ്ത് ഫ്യൂൽ പ്രൈസ് കുറയ്ക്കുക, ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടുക, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? എക്സ്പോസാറ്റ് കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഈ ചോദ്യം ടെസ്റ്റ് സീരീസ് ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വന്നു. ഈ വർഷവും എക്സ്പോസാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് വളരെ പ്രധാനമായിട്ട് ന്യൂസിനകത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. എന്താണ് എക്സ്പോസാറ്റ്? എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് ആണ് അല്ലെ? എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് ആണ്. റൈറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇന്നത്തെ ക്ലാസ് ഡിസ്കഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ? നമുക്കറിയാം ഈ ഒരു PDF എൻറ്റയർലി ഡിസ്കസ് ചെയ്യണമെങ്കിൽ 100-150 മണിക്കൂർ വേണം. അതൊരു ഇമ്പോസിബിൾ ടാസ്ക് ആണ്. അതിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റഡ് പോയിന്റ്സ് ആയിരിക്കും നമ്മൾ വീഡിയോ ഡിസ്കഷനിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. പിന്നെ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകളും വാലുവേഷൻ ക്ലാസ്സുകളും ഒക്കെ ഇതിന്റെ ഭാഗം ഉണ്ടായിരിക്കും. യെസ്. അപ്പോ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പരീക്ഷ ഈസ് എ സൈക്കോളജിക്കൽ എക്സാം. നിങ്ങളുടെ അറിവ് മാത്രമല്ല, നിങ്ങളുടെ
ഇന്റലക്ട്സ് അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ്, ഇമോഷൻസ് എല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആണ് പരീക്ഷ. അതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഈ രീതി തയ്യാറെടുക്കുക. എത്ര കട്ടി ചോദ്യം വന്നാലും നമ്മൾ പതറരുത്, പമ്മരുത്. എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പിന്നെ ആഴത്തിൽ ഇറങ്ങി പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ ഓരോ ദിവസവും ഓരോ ഫൈറ്റ് ആയിരിക്കണം. എക്സാമിന് മുമ്പായിട്ട് ഏറ്റവും നല്ല എന്താ പറയാ ഒരു 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 പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ സിലബസ് കവർ ചെയ്ത് പോകണം. 100% സിലബസ് കവർ ചെയ്യാനൊന്നും ആരെ കൊണ്ടും ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതുകൊണ്ട് പേടിക്കണ്ട. കാര്യം അത്ര വാസ്റ്റ് സിലബസ് ആണ്. നിങ്ങൾ ഹോട്ട് ടോപ്പിക്സ് വെച്ച് പഠിക്കുക, ഡെയിലി ഹാർഡ് വർക്ക് ചെയ്യുക, മാക്സിമം സിലബസ് കവർ ചെയ്തിട്ട് പോവുക. അത്ര നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ, മാത്സിന്റെ, മലയാളത്തിന്റെ ഒക്കെ റിവിഷൻ ക്ലാസ്സുകളും തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ഞാൻ എന്തായാലും വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം പറയാം. ഓക്കെ.